ഇന്ന് മദ്യപിച്ചിട്ടുള്ള എന്റെ പേര് ഉണ്ണി. ഹായ് ഉണ്ണി ബൈ. ഹായ് ഉണ്ണിയേട്ടാ. ഹായ് ഹായ്. ഹായ് ഉണ്ണിച്ചേട്ടാ, ഹായ്. ഹായ്. ഹായ് ആദ്യമായിട്ട് ഹായ് നമ്മുടെ ഉണ്ണി. 7 വർഷം ഹായ് 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 7 വർഷം പൂർത്തിയാക്കുന്ന ഷൈൻ ചേട്ടൻ, അതേപോലെ 16 വർഷം പൂർത്തിയാക്കുന്ന ഷിബു ചേട്ടൻ, പിന്നെ നമ്മുടെ യുവജന സംഘടനയെ മെമ്പർഷിപ്പിൽ നിന്ന് പുറത്തായി മധ്യവയസ്കരിലേക്ക് എത്തിയ രാമേട്ടൻ, എല്ലാവർക്കും 35 വർഷം പൂർത്തിയാക്കിയ രാമേട്ടനും എല്ലാവിധ ആശംസകളും. തുടർന്നും സുബോധത്തിന്റെ വഴികളിൽ മറ്റു മദ്യാസക്തരെ സഹായിച്ച് മുന്നോട്ട് പോകാനായി സാധിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ്. ഈ അധ്യായം 11-ാമത്തെ അധ്യായമാണ്. നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം എന്ന് പറയുന്ന അധ്യായം 156-ാമത്തെ പേജ് തൊട്ടിട്ടാണ് മലയാളത്തിൽ ആരംഭിക്കുന്നത്. ഇംഗ്ലീഷിൽ ശരിക്കും നമുക്ക് 164 പേജ് വരെയാണ് നമ്മുടെ പ്രോഗ്രാം ഉള്ളത്. പിന്നീടുള്ളത് വ്യക്തികഥകളാണ്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ നമ്മുടെ ഫെലോഷിപ്പ് തുടങ്ങിയതിന് ശേഷം മറ്റ് 1935 നമ്മുടെ ഫെലോഷിപ്പ് ആരംഭിക്കുന്നു. നമുക്കിത് കൂടുതൽ പേരിലേക്ക് എത്തണം എന്ന ആഗ്രഹവുമായിട്ടാണ് നമ്മൾ 1939 നമ്മുടെ ബിഗ് ബുക്ക് നമ്മൾ അടിസ്ഥാന ഗ്രന്ഥം പബ്ലിഷ് ചെയ്തത്. ഈ അടിസ്ഥാന ഗ്രന്ഥം പുറത്തേക്ക് എന്തിനാ കൊടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, തീർച്ചയായിട്ടും അന്നത്തെ കാലത്ത് ആ നൂറ്റാണ്ടില് മറ്റ് മനുഷ്യരിലേക്ക് എത്താൻ ഒരു പുസ്തകം ഇറങ്ങിക്കഴിഞ്ഞാൽ ആളുകൾ അത് വായിക്കും, ശ്രദ്ധിക്കും, അത് പല രീതിയിൽ പ്രൊമോട്ട് ചെയ്യാം. അപ്പോൾ എന്തൊക്കെയോ കാമ്പുണ്ട് എന്ന് ആൾക്കാർക്ക് മനസ്സിലാവും. കൂടുതൽ ആളുകളിലേക്ക് ഈ സന്ദേശം എത്തിക്കുക എന്നത് തന്നെയാണ്. അപ്പൊ അവരെ ആദ്യമായിട്ട് മെയ് മാസത്തില് ബില്ലിന്റെ കഥയും അതേപോലെ ദർ ഈസ് എ സൊല്യൂഷൻ ഒക്കെയാണ് എഴുതുന്നത്. ഒരു പരിഹാരമുണ്ട് എന്നുള്ള അധ്യായം എഴുതി. അത് കഴിഞ്ഞ് പിന്നീട് ഒരു 3 മാസത്തെ ഗ്യാപ്പ് എടുക്കുന്നുണ്ട്. ഓഗസ്റ്റ് മാസത്തിലാണ് മോർ അബൌട്ട് ആൽക്കഹോളിസത്തെ കുറിച്ചും പിന്നെ മറ്റ് 2 അധ്യായങ്ങൾ ദർ ഈസ് എ സൊല്യൂഷൻ എന്ന് പറയുന്ന ആ അധ്യായം എഴുതിയിരുന്നു. പിന്നെ വേറൊരു അധ്യായം കൂടി അദ്ദേഹം എഴുതുന്നുണ്ട്. അത് കഴിഞ്ഞ് നവംബർ മാസത്തിലാണ് ബില്ല് ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി ഒരു വീക്ഷണം അല്ലെങ്കിൽ ഒരു കാഴ്ചപ്പാട് എന്നോ വിഷൻ എന്നൊക്കെ പറഞ്ഞാൽ ഒരു കാഴ്ചപ്പാട് എന്ന് പറയാം. നമുക്ക് ആൽക്കഹോളിക് ആയിട്ടുള്ള ആളുകൾക്ക് ഒരു പ്രതീക്ഷ തരുന്ന, ഇപ്പോഴും കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾക്ക്, നമ്മുടെ ഗ്രന്ഥത്തിന്റെ ഉദ്ദേശവും അത് തന്നെയാണ്. കുടിച്ചുകൊണ്ടിരിക്കുകയും അവിടുന്ന് രക്ഷപ്പെടാൻ ആഗ്രഹിക്കുകയും കുടി നിർത്താനായി ആഗ്രഹിക്കുന്ന ആർക്കും തന്നെ എയിൽ വരാം എന്ന് പറയുന്ന പോലെ അവർക്ക് ഒരു പരിഹാരമുണ്ട്, ഒരു കാഴ്ചപ്പാടുണ്ട്, നിങ്ങൾ വിഷമിക്കേണ്ടതില്ല എന്ന ആ ഒരു പ്രതീക്ഷ കൊടുക്കുന്നു. അതോടൊപ്പം കൃത്യമായി തന്നെ കുടിക്കാതിരിക്കുമ്പോഴും നിങ്ങൾ ഒരു കാര്യത്തെക്കുറിച്ച് നിരാശപ്പെടേണ്ടതില്ല. ഞങ്ങൾ ഇങ്ങനെയാണ് വളർന്നു വന്നത്, ഞങ്ങളുടെ കൂട്ടായ്മയിൽ എന്തൊക്കെയുണ്ട്, എന്താണ് AA എന്നും ആ AAയിലേക്ക് മദ്യപാനം പ്രശ്നമാകുന്ന ഏതൊരു കുടിയനും വളരെ കൃത്യമായിട്ട് കടന്നു വരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ ഒരു അധ്യായം അവസാന ഭാഗത്ത് കൊടുക്കുന്നത്. അതിന്റെ അവസാനത്തെ പാരഗ്രാഫ് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇംഗ്ലീഷിൽ അതിലേക്ക് വരും. 161 വാക്കുകളാണ് അതിലുള്ളത്. ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷമാണ് ഡിസംബർ മാസത്തില് നമ്മുടെ പ്രോഗ്രാം ഹൗ ഇറ്റ് വർക്ക്സും മറ്റു പടികളൊക്കെയുള്ള അധ്യായം എഴുതുന്നത് എന്നുള്ളതാണ് വേറെ രസം. ഈ ഒരു അധ്യായം, ഇതിന്റെ തുടക്കം തന്നെ വളരെ കാവ്യാത്മകമായിട്ട് തന്നെയാണ് ഈ ഒരു അധ്യായം തുടങ്ങുന്നത്. മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അവന് ആദ്യകാലത്ത് കുടി എന്ന് പറയുന്നത് വളരെ സന്തോഷം തരുന്നതും കുറെ ചങ്ങാത്തമുണ്ടാകുന്നതും തന്റെ പല പ്രശ്നങ്ങളും മറക്കാനായിട്ട് സഹായിക്കുന്നതുമൊക്കെയാണ്. കുടിക്കുന്ന കാലത്ത് ഞാനും അതൊക്കെ തന്നെയാണ് വിചാരിച്ചത്. ഇപ്പോ എനിക്ക് സാധ്യമല്ലാത്ത പല കാര്യങ്ങളും എനിക്ക് സാധ്യമാകുന്നു. കൂട്ടുകാരുമായിട്ടിരിക്കാം, പലതും പറയാം, എന്തും പറയാം, ഇങ്ങനെ കുറെ കാര്യങ്ങളിൽ സ്വാതന്ത്ര്യം തരുന്ന ഒന്നാണ് മദ്യം. അതിനാണ് കുടിച്ചത്. വല്ലാത്തൊരു സുഖം ഉണ്ടാകുന്നുണ്ട് എന്നാണ്. പണിയൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോ കുടിയാണ് സ്വപ്നം കണ്ടുകൊണ്ടാ ഇരിക്കുന്നത്. കാരണം വലിയ സന്തോഷമാണ് കുടിക്കാൻ പറ്റുക എന്ന് പറയുമ്പോൾ. മാത്രമല്ല, ഉത്തരവാദിത്തമുള്ള ചുമതലകളിൽ നിന്ന് ഒരു മോചനാണ്. രാവിലെ മുതൽ കുറെ പണിയൊക്കെ ചെയ്തു, പല പരിപാടികൾ ചെയ്തു. ഇനി ഇവിടെ വീട്ടിൽ പോയി കഴിഞ്ഞാൽ പരാതികൾ കേൾക്കണം, പിന്നെ കുറെ കാര്യങ്ങൾ, ഓഫീസിലെ കാര്യം അല്ലെങ്കിൽ ജോലി സ്ഥലത്തെ കാര്യങ്ങൾ, അതിനെക്കുറിച്ചുള്ള ചിന്ത, മുതലാളിയെ കുറിച്ചുള്ള ചിന്ത, അങ്ങനെ പിന്നെ നാളത്തെ കാര്യങ്ങളും, കുട്ടികളുടെ ഫീസ് അടച്ചിട്ടുണ്ടാവില്ല, പല പല പ്രയാസങ്ങൾ. എൻ്റെ മകളുടെ കല്യാണം നടക്കണം, കുറച്ചുകൂടി നല്ല ജോലി വേണം. ഇതൊക്കെ ഈ ചിന്തയൊക്കെ എപ്പോഴാണ് ഉണ്ടാവുന്നത്? വെറുതെ ഇങ്ങനെ ഇരിക്കുമ്പോൾ തോന്നുക. അതിന് എളുപ്പ വഴി എന്താണ്? 2 അടിച്ച 2 എന്നാ പറയുക. 2 അടിച്ചു കഴിഞ്ഞാൽ എല്ലാം കഴിഞ്ഞു.
വളരെ സന്തോഷകരമായിട്ട് നിൽക്കാൻ പറ്റുമെന്നാണ് മദ്യാസക്തൻ കരുതുന്നത്. ജീവിതം വളരെ നല്ലതാണ്. അതേപോലെ അടുത്ത സുഹൃത്തുക്കളുമായിട്ട് നല്ല അടുപ്പമുണ്ടാക്കാനായിട്ട് നമുക്ക് ഉപകരിക്കും. തുടക്കത്തിലൊക്കെ നമുക്കത് ഉപകരിച്ചിട്ടുണ്ടാവും. എന്നെ സംബന്ധിച്ചിടത്തോളം സുഹൃത്തുക്കളുടെ ഇടയിൽ വലിയ രീതിയിൽ അംഗീകരിക്കപ്പെടുന്നുണ്ട്. കള്ളു കുടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കങ്ങൾ തൊട്ട് ആ കള്ളുകുടിയുടെ ഇടയിൽ ഉണ്ടാകുന്ന വർത്തമാനങ്ങൾ വലിയ സന്തോഷം തരുന്നതാണ്. പക്ഷേ യഥാർത്ഥത്തില് മദ്യാസക്തനെ സംബന്ധിച്ചിടത്തോളം അത് അങ്ങനെയല്ല. ഈ തുടക്കത്തിൽ കാണുന്ന വർണ്ണശബളിമയാർന്ന സങ്കല്പങ്ങളെല്ലാം കടപുഴകി വീഴും. ഒരു കൂട്ടുകാരും അടുപ്പിക്കാതെയാകും. വല്ലാത്ത പ്രശ്നങ്ങളാണ്. എവിടെയോ സന്തുഷ്ടി. എന്തിനാ കുടിച്ചിരുന്നത് എന്ന് ചോദിച്ചാൽ ഈ പറയുന്ന പലതും മറക്കാനാണ്. പക്ഷെ ഓരോ കുടിയും എല്ലാത്തിനെയും തിരിച്ച് ഗംഭീരമായിട്ട് കൊണ്ടുവരുന്നുണ്ട് എന്ന് മാത്രമല്ല, വലിയ വലിയ പ്രശ്നങ്ങളിൽ നിന്ന് ഓടി ഒളിക്കാനായി മദ്യപിക്കുന്നു. പക്ഷെ അതിനേക്കാളൊക്കെ വലിയ രീതിയിലേക്ക് കുടി നമ്മളെ കൊണ്ടുവരികയാണ്. എപ്പോഴോ ഉണ്ടായിരുന്ന സന്തുഷ്ടി പോലും എനിക്കൊന്നും ആലോചിക്കാൻ പറ്റിയിട്ടില്ല. കാരണം കുടി കൊണ്ട് തുടക്കത്തിലുണ്ടായ സന്തോഷം ഒഴിച്ച് യാതൊരുവിധ ഗുണവും ഉണ്ടായിട്ടില്ല എനിക്ക്. പക്ഷെ ഞാൻ കുടിച്ചുകൊണ്ടിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം. എന്തിനാണെന്നറിയാത്ത കുടി. നമ്മള് കഴിഞ്ഞ കാലത്തിലെ നല്ല നിമിഷങ്ങളെ നമുക്കറിയാം ജീവിതത്തിൽ തിരിച്ചു പിടിക്കാനായിട്ട് പറ്റില്ല. പക്ഷെ ജീവിതം എന്താണ്? ആസ്വദിക്കണം എന്ന് നമുക്കുണ്ട്. ജീവിതം ആസ്വദിക്കാനാണ് നമ്മളെല്ലാം ചെയ്യുന്നത്. അപ്പോ അവിടെയാണ് വീണ്ടും റിലാപ്സ് ഒക്കെ സംഭവിക്കുമ്പോൾ അല്ലെങ്കിൽ വീണ്ടും കുടിച്ചിരുന്ന ആളുകൾക്കൊക്കെ അത് കൃത്യമായിട്ട് അറിയാൻ പറ്റും. നിയന്ത്രിച്ച് കഴിക്കാൻ പറ്റുന്ന ഏതെങ്കിലും തരത്തിൽ മദ്യാസക്തന്റെ ഉള്ളിൽ ഉണ്ടാവും പഴകിയ ജീർണിച്ച ചിന്ത ഉണ്ട്. ഇനിയെങ്കിലും ഞാൻ നിയന്ത്രിച്ച് കുടിക്കുന്നതാണ്. എനിക്ക് ആൽക്കഹോളിക്സ് അനോണിമസിൽ എത്തുന്നതിന് മുന്നേ മദ്യാസക്തി രോഗമാണെന്ന് അറിയാമായിരുന്നു. അപ്പോ ഞാൻ ഓരോ തവണ 6 മാസക്കാലം കുടിക്കാതിരിക്കുമ്പോ കഴിഞ്ഞ അനുഭവങ്ങളെ കുറിച്ചൊക്കെ പല കൂട്ടുകാരോടും പല കൂട്ടുകാരോടും പറയും. ആ അനുഭവങ്ങളെ കുറിച്ചൊക്കെ ഓർമ്മിക്കാറുണ്ട്. ഇനി ഒരിക്കലും ഈ നശിച്ച സാധനം ഞാൻ തൊടില്ല എന്ന് പറഞ്ഞിട്ടാ കുടി നിർത്തിയിട്ടുള്ളത്. പക്ഷെ അടുത്ത തവണ കുടി തുടങ്ങുമ്പോ ഇപ്രാവശ്യം നിയന്ത്രിച്ച് കുടിക്കാന്നാണ് എന്റെ സങ്കല്പം. കാര്യമില്ല. അപ്പൊ കഴിഞ്ഞ വട്ടം ഉണ്ടായ അബദ്ധങ്ങളിൽ നിന്നൊക്കെ മാറി നിൽക്കാനായിട്ട് പലപ്പോഴും ഈ ഗൾഫിലൊക്കെ ഉള്ള ആൾക്കാർക്ക് അറിയാം. വാതിൽ തുറക്കുമ്പോ രണ്ടുപേരുടെ ചാവി ഉണ്ടാവും. ഭാര്യയും ഭർത്താവും ജോലിക്ക് പോകുമ്പോൾ ഈ പൂട്ടൊക്കെ ലോക്കിൽ വെച്ച് കഴിഞ്ഞാൽ തുറക്കാൻ പറ്റില്ല. അപ്പൊ അവര് ഡ്യൂട്ടി കഴിഞ്ഞ് വല്ലാത്ത സമയം നിൽക്കുക, അത് വലിയ പ്രശ്നങ്ങളിലേക്കൊക്കെ ആയിട്ടുണ്ട്. അപ്പൊ അതൊക്കെ മൈൻഡിൽ ഉള്ളത് കൊണ്ട് ആ ചാവിയൊക്കെ പൂട്ടുന്ന എടുത്തു മാറ്റും. ഒപ്പം തന്നെ 2-3 ഒഴിക്കുമ്പോൾ ടച്ചപ്പ് ഒന്നും കഴിക്കുന്ന ഒരാൾ ടച്ചപ്പ് ഒക്കെ റെഡിയാക്കി വെച്ച് പാക്കറ്റിൽ ടച്ചപ്പ് ഒക്കെ മേടിച്ച് ഒരു 3 അങ്ങനെ നോക്കി പതുക്കെ സമയമൊക്കെ എടുത്ത് വർത്താനം പറഞ്ഞ് അടിച്ച് 3-മത്തെ അടിച്ചു കഴിഞ്ഞാൽ ഈ കുപ്പി മാറ്റി വെക്കാനൊക്കെ നോക്കി. ഇനി അടിക്കില്ല. കാരണം ഇത്രയൊക്കെ മോശമായ അനുഭവങ്ങൾ ഉണ്ടായിട്ടും ജീവിതം തന്നെ കയ്യിൽ നിന്ന് ഇങ്ങനെ ഓരോ സംഭവം ഒലിച്ചു പോകുന്നത് കണ്ടിട്ടും കുടിക്കുന്ന ആ രോഗം അത്ര കഠിനമായ രോഗമാണ്. അപ്പൊ എന്താ കാരണം എന്ന് വെച്ചാൽ ഇതാണ് ഇവിടെ പറയുന്നത്. എന്നെങ്കിലും നമ്മൾ ഓരോ റിലാപ്സ് ആകുന്ന ആളെ സംബന്ധിച്ചിടത്തോളം ഇല്ല എനിക്കത് ബോധ്യമുണ്ട് എന്ന് പറഞ്ഞ പുനഃപതനത്തിലേക്ക് പോകുന്ന ഓരോ മനുഷ്യരെ നോക്കിയാൽ മതി. പലർക്കും അവരറിയുന്നില്ല എന്നേ ഉള്ളൂ. തനിക്ക് നിയന്ത്രിച്ച് കുടിക്കാൻ പറ്റുന്നതാണ്. തന്റെ വീട്ടിൽ നിന്ന് എല്ലാം നഷ്ടപ്പെട്ടു പോകുന്നു, തന്റെ ഫാമിലി പോകുന്നുണ്ട്, തന്റെ ജോലി നഷ്ടപ്പെടാൻ പോകുന്നു, തനിക്ക് വേറെ അസുഖങ്ങൾ ഉണ്ടാവുന്നു. പക്ഷെ മദ്യാസക്തൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന അവിടെയാണ്. ഇല്ല ഇപ്രാവശ്യം ഞാനിത് കൺട്രോൾ ചെയ്ത് കുടിക്കുന്ന അത്ര രീതിയിൽ നമ്മളെ കബളിപ്പിക്കുന്ന മദ്യം. നമ്മൾ അതിനുള്ള ശ്രമം നടക്കും. ഇതിന്റെ ഫലം എന്താണ്? പരാജയം കൂടി. ഇത് നമുക്ക് ഒരാൾക്ക് മാത്രമല്ല, നിരവധി മദ്യാസക്തർക്ക് ഉണ്ടാവുന്ന ഒരു പരിപാടിയാണ്. അപ്പോ കുറെ ആളുകൾ നമ്മളെ സഹിക്കുന്നവരല്ലാതെ ആയിട്ട് മാറിയിട്ടുണ്ട്. നമ്മുടെ സമൂഹത്തിൽ നിന്ന് പിൻവാങ്ങി ഒറ്റപ്പെട്ട ജീവിതം, ഏകാന്തതയാണ്. അവിടെയാണ് മദ്യം എന്ന ചക്രവർത്തിയുടെ പ്രജകളായിട്ട് നമ്മൾ മാറുകയാണ്. നമ്മൾ മദ്യത്തെ നമ്മുടെ അടിമയാക്കി സുഖലോലുപതയ്ക്ക് വേണ്ടി മദ്യത്തെ ഉപയോഗിക്കാം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ കുടിച്ചത്. പക്ഷെ എന്താ വിചാരിച്ച, നമ്മൾ ആരെ അടിമയാക്കാൻ വിചാരിച്ചോ അവന്റെ അടിമയായിട്ട് നമ്മൾ മാറി. അവൻ രാജാവായിരുന്നു. ആ മദ്യത്തിന്റെ പ്രജകൾ അവൻ പറയുന്ന അനുസരിച്ച് നീങ്ങുന്ന ആളായിട്ട് മാറുകയാണ്. അവിടെ ഏകാന്തത എന്ന തണുപ്പാർന്ന ആവി ഞങ്ങളിലേക്ക് ഒഴുകിയെത്തിയെന്ന്. ഏകാന്തത അനുഭവിക്കാത്ത മദ്യാസക്തൻ ഉണ്ടാവില്ല. മദ്യാസക്തന്റെ കരച്ചിലുകൾ, ഞാൻ ഒറ്റപ്പെട്ടവനായി, എനിക്ക് ആരുമില്ല എന്ന പദം പറച്ചിലുകൾ ഒക്കെ കുറെ നേർന്നുണ്ടാവും. മദ്യാസക്തന്റെ കരച്ചിലില് പോലും, ഞാനെന്ന മദ്യാസക്തനൊക്കെ കരച്ചിലില് പോലും ആത്മാർത്ഥതയില്ലാണ്ട് ചുമ്മാ കരഞ്ഞുകൊണ്ടിരിക്കും. വിഷമം ഉണ്ടാവുള്ളില്. കരച്ചില് പോലും യാഥാർത്ഥ്യമല്ല മദ്യാസക്തന്റെ. ആ രീതിയിലാണ് ഉണ്ടാവുക. ഏകാന്തത വല്ലാതെ ഒഴുകി എത്തുകയാണ്. പക്ഷെ
താൻ ഒറ്റപ്പെടുന്നുണ്ട് എന്ന് അംഗീകരിക്കാനുള്ള മനസ്സുണ്ടാവില്ല എന്നുള്ളതാണ്. അപ്പോ എല്ലാ തരത്തിലും നമ്മൾ ഒറ്റപ്പെട്ടിട്ടും നമുക്ക് അംഗീകാരവും ഞങ്ങളെക്കുറിച്ച് നല്ല ധാരണയും പുലർത്താൻ കഴിയുന്ന കൂട്ടുകാരെ കിട്ടുമെന്ന പ്രതീക്ഷയിൽ പല മലിനമായ സ്ഥലങ്ങളിലും ഞങ്ങൾ പലരും തേടി ചെന്നു എന്നാണ്. നമ്മൾ പലപ്പോഴും മറ്റു പല ആളുകളുമായിട്ട് കള്ളു കുടിക്കാൻ എവിടെയോ നമുക്ക് സുഹൃത്തുക്കൾ വേണം, നമുക്ക് അംഗീകാരം കിട്ടണം. നമ്മൾ എപ്പോഴുള്ള പരാതി നമ്മളെ ആരും അംഗീകരിക്കുന്നില്ല, നമ്മളെ ആരും പരിഗണിക്കുന്നില്ല എന്നതാണ്. അതുകൊണ്ടാണ് ഈ കൂട്ടുകെട്ടിനും മറ്റു കാര്യങ്ങൾക്കും വേണ്ടി അംഗീകാരത്തിന് വേണ്ടിയിട്ടുള്ള കൊഞ്ചൽ എന്ന വാക്ക് അത് പറയുക. കൊഞ്ചലുണ്ട് നമുക്ക്. നമ്മൾ ഇങ്ങനെ ആഗ്രഹിക്കുകയാണ്, നമ്മളെ മറ്റുള്ളവർ അംഗീകരിക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് അംഗീകാരം കിട്ടണം. നമ്മൾ പല സ്ഥലത്തും ചെന്നു, പല പരിപാടികളിലും നമ്മൾ ഏർപ്പെട്ടു. താൽക്കാലികമായിട്ട് നമ്മൾ ആ കുടിക്കുന്ന സമയത്തൊക്കെ നമുക്ക് പലതും ലഭിക്കുമെന്ന് നമുക്ക് തോന്നിയെങ്കിലും എല്ലാ കുടിയന്മാർക്കും അറിയാം വലിയ ശൂന്യതയാണ്. നമുക്കൊരിക്കലും സുഖമുണ്ടാകും അല്ലെങ്കിൽ കുറച്ചുകൂടി സുഖിക്കാം എന്ന് പറഞ്ഞ് കുടിച്ച ഒരാൾക്കും കുടികൊണ്ട് സുഖമുണ്ടായതായിട്ട് ആരും പറഞ്ഞു കേട്ടിട്ടില്ല. ഓരോ മദ്യാസക്തനും അവനുണ്ടാകുന്ന ഓരോ കുടിയും ഇനി കുടിക്കില്ല എന്ന ഒരു തീരുമാനമെടുത്തിട്ടുള്ള ഒരാൾ. അത് ഏലെത്തുന്നു വേണ്ട, അല്ലാണ്ട് തന്നെ ഉണ്ടാവും. സ്വയം ഒരു ബോധ്യമില്ലാത്തവരൊന്നും ഉണ്ടാവില്ല. വല്ലാത്ത ശൂന്യത ഉണ്ടാവുന്നു. ആ വിചാരിച്ച സുഖമൊന്നും കിട്ടില്ല. അവിടെയാണ് 4 കുതിരപ്പുറത്ത് കയറി വന്ന കാര്യങ്ങളായിട്ട് അദൃശ്യമായ 4 സാധനങ്ങളാണ്. ഒന്ന് ഭയം, രണ്ടാമത്തേത് അന്താളിപ്പാണ്, മൂന്നാമത്തേത് പാരവശ്യം. ഇതെല്ലാം നമ്മളെ കൊടും നിരാശ, ജീവിതം വല്ലാത്തൊരു സംഭവത്തിലേക്കാണ് പോകുന്നത് എന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവുകയാണ്. ഇത് വായിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളോട് പറയുകയാണ്. അപ്പൊ ഈ പുസ്തകം നമ്മൾ ഇറക്കുമ്പോൾ ഏതെങ്കിലും ഒരു മദ്യാസക്തൻ ഈ പുസ്തകം കാണുകയാണെങ്കിൽ ആ മദ്യാസക്തൻ അത് കൃത്യമായിട്ട് കുടിച്ചുകൊണ്ടിരിക്കുന്ന ഒരാൾക്ക് ആ മനസ്സിലാക്കാനായി പറ്റും. എനിക്ക് മുന്നോട്ട് പോകാനായി പറ്റുന്നില്ല, തന്റെ ജീവിതത്തിൽ വല്ലാത്ത ഭയം, എല്ലാത്തിനെ കുറിച്ച് ഭയം. ഇന്നലെ എന്താ പറഞ്ഞ്, ഏതൊക്കെയാ ചെയ്തതെന്നറിയില്ല, എങ്ങനെ ഞാൻ കുടിച്ചു പോയെന്നുള്ള തോന്നലുകൾ, അതേപോലെ ജീവിതം പോയിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയെക്കുറിച്ചുള്ള സ്വയം സഹതാപം കൂടി ഇറങ്ങി രാവിലെ വീണ്ടും കുടിക്കുന്നതിന്റെ കാരണം അതാണ്. പിന്നെ ഇതൊക്കെ മറക്കണം എന്നുണ്ടെങ്കിൽ കുടിക്കണം. അപ്പോ ജീവിതത്തെ കൊണ്ട് കുടിക്കാൻ, സന്തോഷിക്കാനായിട്ട് കുടിക്കാൻ ശ്രമിക്കുന്നു. പക്ഷെ ഫലം എന്താണ്? അസന്തുഷ്ടി. വീണ്ടും ആ സന്തുഷ്ടി പോവാൻ കുടിക്കുന്ന വിരോധാഭാസമാണ് മദ്യാസക്തന്റെ ജീവിതം. അപ്പൊ മുഴുക്കുടിയന്മാരായ എന്നാൽ വല്ലപ്പോഴും കുടിക്കാതിരിക്കുന്ന വിഭാഗത്തിൽപ്പെട്ട ഒരാള് പറഞ്ഞു തരും, എനിക്ക് അങ്ങനെയൊന്നും അനുഭവപ്പെടുന്നില്ല, നല്ല സുഖം തോന്നാറുണ്ട്. നമ്മൾ കേൾക്കാറുണ്ട്. ആൽക്കഹോളിക്സ് അനോണിമസിലൊക്കെ പല ഡിനേലുകളും നമ്മൾ പറയുന്ന, ഇല്ല ഞാൻ അത്ര വലിയ ആളൊന്നല്ല, എപ്പോഴും കുടിക്കാറില്ല എന്നൊക്കെ പറയാറുണ്ട്. എനിക്ക് നല്ല സുഖമുണ്ട്. കാരണം നമ്മുടെ ഏറ്റവും വലിയ കുഴപ്പം വേറൊരു കാര്യം അംഗീകരിക്കുക എന്നത് പറ്റില്ല. അതേപോലെ കേൾക്കുന്ന കാര്യങ്ങളിലെ നെഗറ്റീവായ വശങ്ങളെ നോക്കുക. ഒരാളെ എളുപ്പത്തിൽ അംഗീകരിക്കുന്ന ആളല്ല മദ്യാസക്തൻ. ഞാൻ നന്നായിട്ട് ജോലി ചെയ്യാറുണ്ട്, എന്റെ ജോലിക്കൊന്നും യാതൊരു കുഴപ്പമില്ല, ഞാൻ വേറെ ആളുകൾക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാക്കിയിട്ടില്ല, ഞാൻ എന്റെ പൈസക്ക് കുറച്ച് കുടിക്കുന്നുണ്ട്. ഭാര്യ ഇങ്ങനെ വെറുതെ ഓരോ കാര്യങ്ങൾ പറയാന്ന് പറയും. ചിലപ്പോ നമ്മുടെ സർവീസിലൊക്കെ നിൽക്കുന്ന ആളുകൾക്കൊക്കെ ആ അനുഭവം ഉണ്ടാവും. നമുക്ക് കോളൊക്കെ വരും, നമ്മൾ അയാളെ സഹായിക്കാന്നൊക്കെ പറഞ്ഞ് പോയി കഴിഞ്ഞാൽ അയാൾ അവിടെ പറയും, ഇവള് വെറുതെ കിടന്ന് ഓരോന്ന് പറഞ്ഞിട്ട് വിളിച്ചു വരുത്തുക, ഞാൻ അങ്ങനത്തെ കുടിയനൊന്നുമല്ല. അപ്പൊ അവിടെയാണ് നമുക്കറിയാം, നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മൾക്ക് തിരിച്ചു തള്ളാനായി പറ്റും. നമ്മളും അത്തരത്തിൽ പല കാര്യങ്ങളും പറഞ്ഞതാണ്. ഏല് മദ്യാസക്തി അംഗീകരിക്കാത്ത ഓരോ കുടിയന്റെയും വാക്കുകൾ അങ്ങനെയാണ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുക, ഞാൻ അങ്ങനെ കുഴപ്പക്കാരനല്ല. ഞാനത് എപ്പോഴും പറയാറുണ്ട്. ഏയുടെ തുടക്കത്തിൽ ഈ 8ാമത്തെ പടിയെ കുറിച്ചൊക്കെ ഇങ്ങനെ കേൾക്കുന്ന സമയത്ത് ഇവരൊക്കെ ജീവിതത്തിൽ ഭയങ്കര കുഴപ്പങ്ങളൊക്കെ ചെയ്ത ആളാ, ഞാൻ അത്ര വലിയ കുഴപ്പമൊന്നും ചെയ്തിട്ടില്ല, എന്താ ഈ ഷെയറിങ്ങിൽ ആൾക്കാർ ഇങ്ങനെ പറയണ എന്ന് ഞാൻ കരുതിയിട്ടുണ്ട്. ഇവരുടെയൊക്കെ അവസ്ഥ വളരെ മോശമാണല്ലോ. അപ്പൊ യഥാർത്ഥത്തിൽ എന്താ, ഞാൻ എന്റെ കുഴപ്പങ്ങൾ കണ്ടെത്താൻ തുടങ്ങിയിട്ടില്ല എന്നതാണ് യാഥാർത്ഥ്യം. അവരെക്കാൾ വലിയ കുഴപ്പങ്ങൾ എനിക്കുണ്ട്. അതേപോലെയാണ് കുടിച്ചുകൊണ്ടിരിക്കുന്ന, ഇടയ്ക്ക് കുടി നിർത്തുന്ന ഒരു കുടിയൻ. ആ കുടിയനെ സംബന്ധിച്ചിടത്തോളം എങ്ങനെയാണ് അതിന്റെ ഒരു നല്ല രസമുള്ള ഒരു ഉദാഹരണം പറഞ്ഞിട്ടുള്ളത്. പിശാചുക്കളിൽ നിന്ന് മുക്തനാകാനായിട്ട് ഇരുട്ടത്ത് ചൂളം വിളിക്കുന്ന ബാലനെ പോലെയാണ്. പിശാച് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ഇരുട്ടത്ത് നിന്ന് ചൂളം വിളിക്കുകയാണ്. ആ പിശാചിനെ അകറ്റാൻ ചൂളം വിളിച്ചാൽ പിശാച് വരില്ല എന്ന ചിന്ത. അപ്പൊ സ്വയം വിഡ്ഢിയാക്കപ്പെടുന്നവനാണ് മദ്യാസക്തൻ. കുടിച്ചുകൊണ്ടിരിക്കുന്ന ഓരോ ആളുകളും അവര് പറയാ മറ്റുള്ളവരെ പറ്റിക്കുകയാണ് എന്ന് അവർ കരുതും. ഇപ്പൊ നമ്മളാണെങ്കിൽ അതാ സ്ഥിതി. നമ്മൾ പറയാറുണ്ട്, നമ്മുടെ സോബറിറ്റി നമുക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ കുടിക്കാതിരിക്കുന്നത്. അത് ഭാര്യയ്ക്ക് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ AL മീറ്റിംഗിൽ അംഗങ്ങളെ ബോധ്യപ്പെടുത്തിയിട്ടോ ഒന്നും കാര്യമില്ല. നമ്മൾ ആരെ പറ്റിക്കുന്നത്? നമ്മൾ നമ്മളെ തന്നെ പറ്റിക്കുകയാണ്. ഉള്ളിന്റെ ഉള്ളിൽ 5-6 പെഗ് അകത്താക്കി നടന്നു നീങ്ങുന്നതിന് വേണ്ടി എന്തു വേണമെങ്കിലും ചെയ്യാൻ അയാൾ ഒരുക്കമുള്ളവനാണ്. ഡീനയിലൊക്കെ പെട്ട ആളുകൾ
നമ്മൾ അന്തം വിടും. നമ്മളിപ്പോ കുടിക്കാതെ ആകുമ്പോൾ നമുക്ക് പലപ്പോഴും ആ മാനസികാവസ്ഥ മനസ്സിലാവില്ല. നമ്മളെ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആള് എന്തായാലും മരണത്തിലേക്കാണല്ലോ പോകണമെന്നുള്ള തോന്നൽ നമുക്ക് ഉണ്ടാവും. പക്ഷേ ഉണ്ടല്ലോ, ആ അവസ്ഥ പെഗ് കുടിക്കാൻ അല്ലെങ്കിൽ വീണ്ടും അയാൾക്ക് കുടിക്കണം എന്നതാണ്. അയാൾക്ക് ഇനി അതിന്റെ മുന്നിൽ മരണം വന്നാലും വേണ്ടില്ല, താൻ അങ്ങ് ഇല്ലാതെ ആയാലും വേണ്ടില്ല, വേറൊന്തും ചെയ്യും അയാള്. കുടിക്കാനായിട്ട് അയാൾ ഉണ്ടാക്കുന്ന ആ ഒരു ബുദ്ധി ഉണ്ടല്ലോ, വല്ലാത്ത രീതിയിലാണ് അയാള് കാര്യങ്ങളെയൊക്കെ മാനിപ്പുലേറ്റ് ചെയ്ത് കൊണ്ടുപോവുക. അയാൾ സുബോധാവസ്ഥ ഇഷ്ടപ്പെടുന്നില്ല. ആ അവസാന ഘട്ടത്തിൽ എത്തുന്ന ആൾക്കാർ അങ്ങനെയാണ്. നമ്മൾ പറയാറുണ്ട് ഭാഗ്യഹീനരായ മനുഷ്യർ എന്നൊക്കെ നമ്മുടെ ഹൗ ഇറ്റ് വർക്സിൽ പറയുന്ന പോലെ. ഒരു തരത്തിലും ആ സുബോധാവസ്ഥ തനിക്ക് കുടിക്കാതിരിക്കാൻ പറ്റില്ല. കാരണം പല റിയാലിറ്റികളെയും നേരിടാൻ അയാൾ തയ്യാറല്ല എന്നുള്ളതാണ്. അയാൾ വീണ്ടും വീണ്ടും കുടിച്ചുകൊണ്ടേയിരിക്കും. ജീവിതത്തെ മദ്യം കൂടാതെ ചിത്രീകരിക്കാൻ സാധ്യമല്ല. പല ആൾക്കാരും ഇങ്ങനെ പറയാറുണ്ടായിരുന്നു. ഈ മീറ്റിംഗിൽ തന്നെ കുടിച്ചു വരുന്ന ആൾക്കാരുണ്ട്. അവര് ചിലപ്പോ പല സാധനവും നമുക്ക് പെട്ടെന്ന് മനസ്സിലാവും. എത്ര കഴിഞ്ഞാലും കുടിച്ചു കഴിഞ്ഞാൽ അങ്ങനെ സംസാരിക്കുക, ഈ മണം അറിയാതിരിക്കാൻ പലതും കഴിച്ചുകൊണ്ട് മീറ്റിംഗിൽ വന്നിട്ടൊക്കെ ഷെയർ ചെയ്യും. പല രീതിയിൽ നമുക്ക് മീറ്റിംഗിൽ കാണാൻ പറ്റും. നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല അവരെ. നമ്മൾ അവരെ അനുഭാവപൂർവ്വം പരിഗണിക്കുക എന്നല്ലാതെ വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മളെ സംബന്ധിച്ചിടത്തോളം. കാരണം അങ്ങനെയാണ് അവര്. അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ബോധ്യം ഉണ്ടായിട്ടില്ല. നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടും കാര്യമില്ല. അവരെ കുറെ ചീത്ത പറഞ്ഞുകൊണ്ട് കാര്യമുണ്ട്, നമ്മൾ അവർക്ക് വേണ്ടി ഷെയർ ചെയ്തുകൊണ്ട് കാര്യമുണ്ട്. അവർക്കത് മനസ്സിലാവില്ല. അപ്പോൾ ഇനിയുള്ള ദിവസങ്ങളിൽ മദ്യത്തോട് കൂടിയതോ അല്ലാത്തതോ ആയ ജീവിതത്തെക്കുറിച്ച് എനിക്ക് ചിന്തിക്കാനേ പറ്റില്ല എന്ന ആളുകളാണ്. മറ്റാർക്കും അറിയാൻ പറ്റാത്ത തരത്തിലുള്ള ഏകാന്തത ആ മദ്യാസക്തന് മനസ്സിലാക്കാൻ പറ്റുന്ന അറിയാം. അയാളുടെ ഉള്ളിൽ ആളുകളുടെ ചുറ്റും ഉണ്ടായിരിക്കുമ്പോഴും അയാൾ ഏകാന്തനായിരിക്കും. താൻ ഒറ്റപ്പെട്ടവനാണ്, തനിക്ക് ആരുമില്ല എന്ന തോന്നൽ. പക്ഷെ യഥാർത്ഥത്തിൽ ഈ ഏകാന്തതയും ഒറ്റപ്പെടലൊക്കെ മദ്യാസക്തൻ തന്നെ ഉണ്ടാക്കിയതാണെന്ന് അയാൾക്ക് മനസ്സിലാവുമ്പോഴാണ് അയാൾ കുടിക്കാതെ ആവുക. മറ്റേതെല്ലാം അയാൾ പറയുന്ന കുടിക്കാനായിട്ട് അയാൾ ഉണ്ടാക്കുന്ന മൂടുപടങ്ങൾ. നേരത്തെ പറഞ്ഞ പോലെ ആ ഇരുട്ടത്ത് നിന്ന് ചൂളമടിച്ചാൽ തന്നെ പിശാച് പിടിക്കില്ല എന്ന് പറയുന്ന ആളെ പോലെ. അപ്പൊ അറ്റത്തെത്തി നിൽക്കുന്ന അവസ്ഥയിലുള്ള ആളാണ് എല്ലാ തരത്തിലും. അയാൾ തന്റെ അവസാനം അയാൾ അറിയാതെ ജീവിക്കണം എന്ന ആഗ്രഹം ഒരു സൈഡിലുള്ളപ്പോഴും ഇത്തരം മദ്യാസക്തരെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും നമ്മുടെ കൂട്ടായ്മയിൽ വരെ. അവരുടെ അവസാനം നമ്മൾ പറയും ഇതെന്താണ്, ഒരു രക്ഷയില്ല. നമ്മൾ അവരെ പഴിക്കാറുണ്ട്, പല രീതിയിലുള്ള കാര്യം നമ്മുടെ വിഷമം കൊണ്ട് പറയാറുണ്ട്. ഇതൊന്നും നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പൊ അവിടെയാണ് ആൽക്കഹോളിക്സ് അനോണിമസിലെ ആളുകൾ, എയിൽ എത്തിപ്പെട്ട അന്നത്തെ കാലത്തുണ്ടായിരുന്ന പഴമക്കാരായ മനുഷ്യരും, അവരെല്ലാം അതിൽ പല ആൾക്കാരും ഈ അവസ്ഥയിലൂടെ കടന്നു പോയവരാണ്. വല്ലാത്ത അധപതനം. ബില്ലിനൊക്കെ അവസാനം ബില്ല് പറയാറുണ്ട്, തനിക്ക് ഈ ഒരു വസ്തു തന്റെ ആർഭാടമായിട്ട് ഒരു വസ്തുവല്ല. ആർഭാടം പോലെ മദ്യം കുടിക്കുക, വൈകുന്നേരം വന്ന് എല്ലാ വിഷമങ്ങളും പറഞ്ഞ വസ്തുവല്ല, അവശ്യ വസ്തുവാണ്. തന്റെ ജീവൻ നിലനിർത്തണം എന്നുണ്ടെങ്കിൽ മദ്യം വേണം എന്ന അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. അവിടെ ആ അധപതനത്തിൽ നിന്ന് ഞങ്ങൾ എങ്ങനെ കരകയറി വന്നു, ഒരു പറ്റം പഴമക്കാര് നമ്മുടെ മുന്നിൽ കാണിച്ചു തന്ന മാർഗമുണ്ട്. അപ്പൊ എന്താ പറയാ, അപ്പോഴും എന്താ പറയാ, അങ്ങനെയൊക്കെയാണ് ഈ പഴമക്കാരൊക്കെ പറയുമ്പോഴും നമ്മൾ പറയുന്ന ഒരു ഡിനയിൽ എന്താ, ഞാൻ മദ്യത്തിൽ നിന്ന് മാറാനൊക്കെ എനിക്ക് ആഗ്രഹമുണ്ട്, അതൊക്കെ സമ്മതിച്ചു, ഇനി ഞാൻ കുടിക്കാതെ ഇരിക്കാം. പക്ഷെ നിങ്ങളുടെ ഈ മീറ്റിങ്ങിൽ കയറി കഴിഞ്ഞാൽ എന്താ കേൾക്കണം, നിങ്ങൾ ഈ ആദ്യം തന്നെ ദൈവത്തെ പറ്റിയിട്ടൊരു പ്രാർത്ഥന. എല്ലാ അവന്മാരും കയറി കഴിഞ്ഞാൽ പറയണ് ദൈവാനുഗ്രഹം കൊണ്ട് കുടിച്ചില്ല, മറ്റത് കുടിച്ചില്ല, ദൈവം അങ്ങനെയാണ്. ഈ ഒരു സാധനം ഓരോ ആൾക്കാരും പറയണത് ഒരു ലോജിക്കും ഇല്ലാത്ത വർത്താനം. എനക്ക് അങ്ങനെ വിചാരിച്ചു. ഈ വിഡ്ഢിത്തം നിറഞ്ഞ സംസാരം, മീറ്റിങ്ങിൽ ഷെയറിങ്, അറിവോറും ഭീഷണവുമായ സത്കർമ്മികളുടെ ജീവിതം. ഓരോ സത്കർമ്മികള് ജീവിതത്തിൽ നിന്ന് മാറി നിന്ന് പരിഹാരം ചെയ്തു, ദ്രോഹം ചെയ്തു എന്ന് പറയുന്ന ആൾക്കാർ ആരും ഒന്നും ചെയ്യുമ്പോൾ ആരും ഉപദ്രവിക്കും. ഇത് എന്ത് ജീവിതം അത്? ഇങ്ങനെയൊക്കെ മനുഷ്യർക്ക് ജീവിക്കാൻ പറ്റുമോ? ഈ പ്രോഗ്രാം അറിയുന്നതിന് മുന്നേ ഇതൊക്കെ ഞാൻ കരുതിയിരുന്നു. ഞാൻ എന്തിനാ അതിങ്ങനെ നയിക്കേണ്ട ആവശ്യം? ഞാൻ കുടിക്കാതിരുന്നാ പോരെ? ഈ മീറ്റിങ്ങിൽ ആൾക്കാർ പറയണ പോലെ ഞാൻ അങ്ങനെ ആൾക്കാരെ ദ്രോഹിച്ചിട്ടുണ്ട്, സെക്സിന്റെ കാര്യത്തിൽ മാറ്റം ഉണ്ടാക്കി, ഞാൻ ആൾക്കാരുടെ ഉള്ള ചില ഉപദ്രവം ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയൊക്കെ പറയുക. ഓരോ കാര്യങ്ങളിലോ ഇന്നിപ്പോ ഒരാൾ എന്നോട് ചൂടാവാൻ വന്നു, ഞാൻ അയാളോട് ദേഷ്യപ്പെട്ടില്ല. എന്തിനാ അതൊക്കെ? എനിക്ക് ദേഷ്യപ്പെടാൻ തോന്നി ഞാൻ ദേഷ്യപ്പെടും. ഞാൻ എന്റെ ഇഷ്ടത്തിന് ജീവിക്കും. കൂടി സമ്മതിച്ചു, കൂടി എനിക്ക് പ്രശ്നം. ഞാൻ എന്തിനാ ഈ സത്കർമ്മികളുടെ ജീവിതം ജീവിക്കേണ്ട കാര്യം? എനിക്ക് എങ്ങനെ എങ്ങനെ എന്റെ ജീവിതത്തിന്റെ സന്തോഷം പോയില്ലേ എന്നാണ്. എപ്പോഴെങ്കിലൊക്കെ രണ്ടെണ്ണം അടിച്ചിട്ടില്ലെങ്കിൽ എന്താ സുഖമുള്ളത്? ഒരു സുഹൃത്തിനോട് ചോദിച്ചാണ്, ഈ ടൂറൊക്കെ പോയി കഴിഞ്ഞാല് ആ ടൂറൊന്നും എനിക്ക് ചിന്തിക്കാൻ പറ്റുന്നില്ല എന്ന് പറഞ്ഞു. വിദേശത്തുള്ള സുഹൃത്താ, ചിലപ്പോ നമ്മുടെ മീറ്റിംഗിൽ കേട്ടിരിക്കുന്നുണ്ടാവും. അപ്പൊ ആ സുഹൃത്ത് എന്നോട് പറഞ്ഞത്, അപ്പൊ എനിക്ക് ചിരി വന്നത് ഞാനും ഇങ്ങനെയൊക്കെ ആലോചിച്ചാ,
നമ്മൾ പറയുമല്ലോ, നമ്മള് ഇതൊക്കെ കേട്ടത് നമ്മുടെ അനുഭവമാണല്ലോ. ഇതിപ്പോ എന്താ ഈ ബാക്കി കുടി നിർത്തണമെന്ന് ആഗ്രഹമുള്ളപ്പോഴും നേരത്തെ പറഞ്ഞ രീതിയിൽ എപ്പോഴെങ്കിലൊക്കെ രണ്ടെണ്ണം അടിക്കുക എന്നുള്ള ഒരു ചിന്ത ഇങ്ങനെ കടന്നു വരിക. ആ ചിന്തയില് ടൂറൊക്കെ പോകുമ്പോ എങ്ങനെയാ രണ്ടെണ്ണം കഴിക്കാതിരിക്കുക? രണ്ടെണ്ണം എന്നാ അപ്പോഴും. എന്നാൽ ഈ ടൂറ് വരെ ഓർമ്മ ഉണ്ടാവില്ല എന്നുള്ള ഇതുണ്ടാവില്ല. എന്താ ഉള്ളത്? ഒരു സന്തോഷം എന്താ ഉള്ളത്? സുഹൃത്തുക്കളുടെ ഒപ്പം പോയിട്ടില്ലെങ്കിൽ എങ്ങനെ എൻജോയ് ചെയ്യാൻ പറ്റും? എങ്ങനെയാ ഇപ്പൊ നമ്മൾ എവിടെയെങ്കിലും ട്രിപ്പ് പോവുക എന്നൊക്കെ നമ്മൾ വിചാരിക്കാറുണ്ട്. പല ആൾക്കാരും ആ ചോദ്യങ്ങൾ അന്നും ചോദിക്കാറുണ്ട്, ഇന്നും ചോദിക്കുന്നുണ്ട്. അതാ രസം. ഈ പുസ്തകം എഴുതിയത് നമ്മൾ പറഞ്ഞു 1938 ആണ് ഈ ഒരു അധ്യായം തന്നെ ബില്ല് എഴുതുന്നത്. കാരണം ആ സമയത്ത് പോലും ഇത്തരത്തിലേക്കുള്ള ആളുകൾ പറയുമ്പോ നമ്മുടെ നവംബർ മാസത്തിലാണ് ഈ അധ്യായം എഴുതുന്നത്. അവിടെ അന്നും ഉണ്ടായിരുന്നതിന് വലിയ മാറ്റങ്ങൾ ഇന്നും വന്നിട്ടില്ല മദ്യാസക്തർക്ക് എന്ന് ആലോചിക്കണം നമ്മൾ. അപ്പൊ പറയാണ്, തീർച്ചയായിട്ടും ഉണ്ട്. പകരം വലിയ ഒന്നുണ്ട്. അതെന്താണ്? പകരമായിട്ടുണ്ട് എന്നതിനേക്കാൾ ഉപരി വിശാലമായ ഒന്നാണ്. ഇവിടെയാണ് നമ്മുടെ ആൽക്കഹോളിക്സ് അനോണിമസ് എന്ന നമ്മുടെ ഫെല്ലോഷിപ്പ്. ആ ഫെല്ലോഷിപ്പിന്റെ സുഖം അറിഞ്ഞ ആളുകൾക്ക് അറിയാൻ പറ്റും അവിടെ എന്താണ് മറ്റുള്ളവരുടെ ശ്രദ്ധ, മടുപ്പ്, ദുഃഖം, ഇതിൽ നിന്നുള്ള മോചനം നിങ്ങൾക്ക് കണ്ടെത്താം. ഇപ്പൊ നമ്മൾ ഇത് കഴിഞ്ഞ രാമേട്ടനൊക്കെ സംസാരിക്കുന്നു. 35 വർഷമായിട്ട് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മയിലൂടെ സഞ്ചരിച്ച ആളുകളാണ്. അപ്പൊ അവിടെ ഇന്നും വളരെ പ്രവർത്തന നിരതമായിട്ടിരിക്കുമ്പോൾ എന്തിനാണ് ഇത് ചെയ്യുന്നത് എന്ന ചോദ്യത്തിന്റെ ഉത്തരം രാമേട്ടൻ പറയുന്ന വിചാരിക്കുന്നത്. എന്തിന് ഞാൻ ഇന്നും രാമേട്ടനൊക്കെ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളതിന്റെ ഉത്തരം. അവിടെ ആ കുടിക്കുന്ന കാലം ഏത് കൊടുത്തു കഴിഞ്ഞാലും ആ കുടിക്കുന്ന കാലം തിരികെ വേണ്ട എന്നാണ് പഴമക്കാർ പറഞ്ഞിട്ടുള്ളത്. അതിനേക്കാളൊക്കെ എത്രയോ വിശുദ്ധമായിട്ടുള്ള അല്ലെങ്കിൽ പരിശുദ്ധമായിട്ടുള്ള സുഖം അറിയുന്ന ഒന്നാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ. അവിടെ നമുക്ക് കണ്ടെത്താൻ പറ്റും മടുപ്പും ദുഃഖവും. ഇതിൽ നിന്ന് മോചനം നേടിയ നമ്മുടെ പഴമക്കാരായ മനുഷ്യരെ കാണാൻ പറ്റും. നമ്മുടെ സങ്കല്പശേഷി കത്തിജ്വലിക്കും. ഒരു കാര്യവും നമ്മൾ മാറ്റി വെക്കേണ്ടതില്ല, മദ്യം മാറ്റി നിർത്തിയെന്നുണ്ട്. ബാക്കി പല കാര്യങ്ങളും നമുക്ക് അതിനേക്കാളൊക്കെ ഗംഭീരമായി ചെയ്യാൻ പറ്റുന്ന ജീവിതത്തിന്റെ പുതിയ അർത്ഥം കണ്ടെത്തും. അത് എത്തിയ ആളുകൾക്ക് മനസ്സിലാക്കാൻ പറ്റും. നമ്മുടെ കൂട്ടായ്മയിൽ നിന്നുകൊണ്ട് ആ കുടിക്കുന്ന കാലത്തെക്കാളൊക്കെ എത്രയോ മനോഹരമായ ആളുകൾ. അതാണ് ഈ അധ്യായത്തിന്റെ ഉദ്ദേശവും. അത് ആണ് കൃത്യമായിട്ട് നമ്മുടെ മുന്നിൽ കൺവേ ചെയ്യാൻ. എന്തിനാണ് നമ്മുടെ ഫെല്ലോഷിപ്പ്? നമ്മുടെ കൂട്ടായ്മയിലേക്ക് വരുന്ന ഓരോ പുതിയ പുതുമക്കാരനെയും നമ്മൾ നമ്മുടെ പാരമ്പര്യങ്ങളാലാണ് വെൽക്കം ചെയ്യുന്നത്. നമ്മുടെ കൂട്ടായ്മയാണ്. ആ കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഈ മീറ്റിംഗ് നടത്തുന്നത്. പ്രോഗ്രാം മാത്രം ആയതുകൊണ്ടല്ല. നമ്മൾ ഇന്നിരിക്കുന്നതും നമ്മൾ പറയും എനിക്ക് വേണ്ടിയിട്ടാണ് പ്രോഗ്രാം ചെയ്യുന്നതെങ്കിൽ മറ്റുള്ളവരുണ്ടെങ്കിലാണ് എനിക്കിത് പറയാൻ പറ്റുന്നത്. മറ്റുള്ളവരെ പരിഗണിക്കുക എന്നത് തന്നെയാണ് നമ്മുടെ പ്രോഗ്രാമിന്റെ ഉദ്ദേശം. അതിന് മറ്റു മനുഷ്യരുണ്ടാകേണ്ടതുണ്ട്. അവരുമായി ഈ കൂട്ടായ്മ നിലനിൽക്കേണ്ടതുണ്ട്. ഞാൻ എന്റെ സ്വാർത്ഥതയിൽ നിന്നാൽ പോരാ. അവിടെയാണ് കൂട്ടായ്മയുടെ പ്രാധാന്യം, ഫെല്ലോഷിപ്പിന്റെ പ്രാധാന്യമാണ്. ജീവിതത്തിന്റെ അർത്ഥം തന്നെ പുതിയ രീതിയിലേക്ക് മാറുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അവിടെ നമ്മുടെ ഏറ്റവും സംതൃപ്തി നിറഞ്ഞ വർഷങ്ങളാണ് നമുക്ക് ഇനി മുന്നിലുള്ളത്. അപ്പൊ ഈ കൂട്ടായ്മയിലൂടെ അത് കണ്ടെത്തിയ പഴമക്കാർ പറയുകയാണ്, ഞങ്ങൾ അതാണ് കണ്ടെത്തിയത്, ഇന്ന് നിങ്ങൾക്കും അത് കണ്ടെത്താനായി പറ്റും. നിങ്ങൾക്ക് വരൂ. അതിനേക്കാളൊക്കെ നിങ്ങൾ കുടിക്കുമ്പോൾ കരുതിയിരുന്നതിനേക്കാളൊക്കെ മഹത്തരമാർന്ന ഗംഭീരമാർന്ന ഒന്നാണ് മുന്നിലുള്ളത്. നിങ്ങൾക്ക് വേറെ പല കാര്യങ്ങളും മദ്യം മാറ്റി നിർത്തി എന്ന് പറഞ്ഞിട്ട് നിങ്ങൾക്ക് ഒരിക്കലും മദ്യം ഉള്ളപ്പോൾ പറ്റാതിരുന്ന പല കാര്യങ്ങളും ഇവിടെ നിങ്ങൾ കണ്ടെത്തും. നിങ്ങളുടെ ഏറ്റവും നല്ല നിമിഷങ്ങൾ, ഇപ്പോ കിട്ടുന്ന നിമിഷങ്ങളെ നിങ്ങൾ കഴിഞ്ഞ ജീവിതത്തിലെ മോശം ഏതൊരു നിമിഷത്തെയും നിങ്ങൾ എടുക്കാൻ തയ്യാറാവില്ല. കാരണം അത്ര മനോഹരമായിരിക്കും. ഫെലോഷിപ്പിലെത്തിയ ഓരോ ആളുകളും പറഞ്ഞിട്ടുണ്ട്, ഞാൻ നന്നായി പോയിട്ടുണ്ട് കുടിച്ചത് എന്ന് പറഞ്ഞ ആളുകൾ വരെയാണ്. കാരണം സംഗതി ശരിയാണ്, നമ്മുടെ ജീവിതത്തിൽ വലിയ നഷ്ടങ്ങളും പ്രശ്നങ്ങളും എല്ലാം ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഇന്ന് അനുഭവിക്കുന്ന ഒരു സുഖമുണ്ട്. ഏതൊരു നാട്ടിൽ കിടക്കുമ്പോൾ, ഇന്നിപ്പോ ഈ ഓൺലൈനൊക്കെ വന്നതോടുകൂടി നമ്മൾ പരസ്പരമുള്ള അടുപ്പങ്ങളും ഏതൊരു നിമിഷവും നമുക്ക് ഫോണിന്റെ അപ്പുറത്ത് ഒരു മദ്യാസക്തനെ വിളിച്ച് നമുക്ക് സംസാരിക്കാനായി പറ്റുന്നുണ്ട്. ആ രീതിയിലേക്ക് ഇന്ന് വളർന്നു എന്ന് ആലോചിക്കണം. പക്ഷെ അന്നും നമ്മുടെ ആ 1900 കാലഘട്ടങ്ങളിൽ നമ്മുടെ പഴമക്കാരായ മനുഷ്യർ അവർ ആ കൂട്ടായ്മയിൽ നിന്ന് കണ്ടെത്തിയ സുഖം, ആ കൂട്ടായ്മയുടെ സന്തോഷം ജീവിതത്തെ മാറ്റം വരുത്തിയതായിട്ട് അവർ കരുതി വെച്ച ആ കെടാവിളക്കാണ് ഇന്നും നമ്മുടെ ഉള്ളിൽ അത് അണയാതെ നമുക്ക് കിട്ടിയതും. നമ്മൾ ഇതിന്റെ ലക്ഷ്യം എന്താണ്? ഈ വിളക്കിനെ മുന്നോട്ട് ഇനിയുള്ളവർക്കായിട്ട് നമ്മൾ കൊണ്ടുപോകേണ്ടതുണ്ട്. അപ്പൊ അതെങ്ങനെയാ നടപ്പിൽ വരിക? ഞാൻ എവിടെയാണ് ആളുകളെ കണ്ടെത്തുക എന്നുള്ള ചോദ്യങ്ങൾക്ക് ഉത്തരം നിങ്ങളുടെ തന്നെ സമൂഹത്തില് പുതിയ സുഹൃത്തുക്കളെ നിങ്ങൾ കണ്ടെത്താൻ പോവുകയാണ്. നിങ്ങൾ എവിടെയാ? നിങ്ങൾ മദ്യാസക്തനാണ്, നിങ്ങൾ എവിടെ ജീവിക്കുന്നു എന്നുള്ളത് പ്രശ്നമല്ല. നമ്മൾ പറയില്ലേ, എയുടെ മെമ്പർഷിപ്പിന്
മദ്യപാനം നിർത്തണം എന്ന ഒരൊറ്റ ആഗ്രഹം മതി. നമുക്ക് ആരെയും കണ്ടെത്താനായിട്ട് നമ്മുടെ സമൂഹത്തിൽ നിന്ന് അങ്ങനെ കണ്ടെത്തി നമ്മുടെ കൂട്ടായ്മ ഉണ്ടായതാണ്. അതിനെക്കുറിച്ചാണ് ഇവിടെ പറയാൻ പോകുന്നത്. ഈ സമൂഹത്തിൽ നിന്നാണ് നിങ്ങൾ കണ്ടെത്താൻ പോകുന്നത്. അതിന് നിങ്ങൾക്ക് പ്രത്യേകിച്ച് ക്ലാസ്സിന്റെ ആവശ്യമൊന്നുമില്ല. കാരണം നിങ്ങളുടെ അനുഭവങ്ങളും നിങ്ങൾ കുടിച്ച നിങ്ങളൊരു മദ്യാസക്തനാണ് എന്ന കാര്യം തന്നെയാണ് നിങ്ങളുടെ പ്രധാനം. മദ്യം നിർത്താനായിട്ട് നിങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അതിന് ഉദാഹരണം ഇങ്ങനെ പറഞ്ഞ, മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിലെ ആളുകൾ എന്ന പോലെ നിസ്സഹായരായി നിങ്ങൾക്ക് ചുറ്റും അമിത മദ്യപാന രോഗികൾ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. മുങ്ങിക്കൊണ്ടിരിക്കുന്ന ഒരു കപ്പലിലെ ആളുകളെ പോലെ. ആ മുങ്ങിക്കൊണ്ടിരിക്കുന്ന കപ്പലിൽ നിന്ന് ഓരോരുത്തരായിട്ട് ഇങ്ങനെ മരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോ നമ്മളൊരു വലിയ നഗരത്തിലാണ് ജീവിക്കുന്നത് എങ്കിൽ നൂറുകണക്കിന് ആളുകൾ അവിടെ ഉണ്ടാകും. അവിടെ ഉയർന്ന ആൾക്കാരുണ്ടാവും, താണ ആൾക്കാരുണ്ടാവും, സമ്പന്നരും ദരിദ്രരും എല്ലാം ആൽക്കഹോളിക്സ് അനോണിമസിലെ വരുംകാല അംഗങ്ങളാണ്. നമ്മൾ പറയാറുണ്ട്, കുടിയന്മാരുടെ ഇടയിൽ മറ്റൊരു വ്യത്യാസങ്ങളും നമുക്കില്ല. അവൻ താണവനാണോ, ഉയർന്നവനാണോ, അവൻ വക്കീലാണോ, മറ്റതാണോ, പോലീസാണോ, ഒന്നുമില്ല. മദ്യാസക്തനാണ്, കുടിയനാണെന്നുള്ള കാര്യമാണ്. മദ്യത്തെ നിയന്ത്രിക്കാൻ, മദ്യം എന്ന കെമിക്കലിനാൽ മുറിവേറ്റവരാണ്. അതിനെ നിയന്ത്രിക്കാനായി പറ്റാത്ത ആളുകളാണ്. ഇവരെല്ലാം വരുംകാല അംഗങ്ങളാണ്. അവിടെ ആജീവനാന്ത സുഹൃത്തുക്കളെ നമുക്ക് കണ്ടെത്തിയേക്കാം. ആ ഇനിയും വരാനുള്ള ആളുകളിൽ നിന്ന് നമുക്ക് നല്ല സുഹൃത്തുക്കൾ ഉണ്ടാവും. ആജീവനാന്തം തുടരുന്ന സുഹൃത്തുക്കളാവും. അവിടെ അത്ഭുതകരവും നൂതനവുമായ ബന്ധങ്ങളിൽ നിങ്ങൾക്ക് ഏർപ്പെടാൻ സാധിക്കും. നിങ്ങൾ വിചാരിക്കാത്ത തരത്തിലുള്ള ബന്ധങ്ങൾ ഈ ഫെലോഷിപ്പിലൂടെ നിങ്ങൾക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അവിടെ എന്താണ്, പൊതുവായുള്ള ഈ യാത്രയിൽ തോളോട് തോളൊരുമി നിൽക്കുകയും ഒരുമിച്ച് തകർച്ചയിൽ നിന്ന് രക്ഷ നേടുകയും, ഈ തകർച്ചയിൽ നിന്ന് നമ്മളെല്ലാം മുങ്ങിക്കൊണ്ടിരിക്കുകയാണ് ആ കപ്പലിനെ. അപ്പൊ ബാക്കിയുള്ളവർ രക്ഷപ്പെടണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? കപ്പിത്താൻ മുതൽ ഓരോ ആളുകളും ഒരുമിച്ച് നിന്നുകൊണ്ട് ശ്രമിക്കണം. നമ്മൾ ആ തകർച്ചയിലേക്ക് പോകാതിരിക്കാനായിട്ടുള്ള ശ്രമമാണ് ഇവിടെ പരസ്പരം കൂട്ടായ്മയിൽ നടത്തുന്നത്. ഇവിടെ മറ്റുള്ളവർ ജീവിതം വീണ്ടെടുക്കുന്നതിനും നിലനിൽപ്പിനും വേണ്ടി നിങ്ങളെ തന്നെ സമർപ്പിക്കുന്നതിന്റെ അർത്ഥം എന്താണ്? ഇവിടെ നമ്മുടെ പ്രോഗ്രാമിൽ എപ്പോഴും പറയാറുണ്ട്, നമ്മൾ മറ്റു മനുഷ്യരെ പരിഗണിക്കലാണ് പ്രോഗ്രാം എന്ന് പറയാറുണ്ട്. അങ്ങനെ നിൽക്കുന്നതിന്റെ കാരണം എന്താണ്? അതിന്റെ അർത്ഥം എന്താണ്? അത് നമ്മുടെ പഴമക്കാരായ മനുഷ്യർ നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട്. അതിലും നമുക്ക് എന്താണ്, കൃത്യമായ ലക്ഷ്യമുണ്ട്. നമ്മൾ പറയാറുണ്ട്, നമ്മൾ ഒരു ഗുണവും ഇല്ലാണ്ട് നമ്മുടെ വാഗ്ദാനങ്ങൾ തൊട്ട് നമുക്ക് കുറെ കാര്യങ്ങൾ കൂട്ടായ്മ തരുന്നുണ്ട്. നമ്മൾ അങ്ങനെ ചില ത്യാഗങ്ങൾ സഹിക്കുന്നതിന്റെ കാരണം തരും, നമുക്കൊരു സുഖം കിട്ടുന്നുണ്ട് ഈ കൂട്ടായ്മ. അത് തന്നെയാണ് മറ്റുള്ളവർക്ക് ജീവിതം കൊടുക്കാനും നിലനിൽക്കാനും വേണ്ടി സമർപ്പിക്കുന്നതിന്റെ അർത്ഥം. നമുക്ക് കിട്ടാൻ പോകുന്ന ഏകാന്തതയുടെ നാശം തൊട്ട് നമ്മുടെ പ്രശ്നങ്ങളെല്ലാം നമ്മൾ പറയുന്ന പോലെ മറ്റുള്ളവരുടെ ശ്രദ്ധ, മടുപ്പ്, ദുഃഖം, ഇതിൽ നിന്നുള്ള മോചനം നമുക്ക് കിട്ടുന്നുണ്ട് എന്നുള്ളതാണ്. അവിടെയാണ് നമ്മൾ നിലനിൽപ്പിന് വേണ്ടിയിട്ട് മറ്റുള്ളവരെ പരിഗണിക്കുന്നതിന്റെ അർത്ഥം. നമ്മുടെ ആത്മീയതയുടെ അർത്ഥമൊക്കെ നമുക്ക് മനസ്സിലാവും. അവിടെയാണ് നിന്നെ പോലെ നിന്റെ അയൽക്കാരനെയും സ്നേഹിക്കുക. ഈ അർത്ഥം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്ന കാര്യമില്ല. എന്തിനാണ് മറ്റൊരാളെ സ്നേഹിക്കുന്നത്, അത് എങ്ങനെയാണ് ആ അയൽക്കാരനെ സ്നേഹിക്കേണ്ടത് എന്ന് നമ്മൾ കൂട്ടായ്മയിൽ പഠിക്കുന്നത്. അപ്പൊ എന്റെ നിലനിൽപ്പ് മറ്റൊരാളുടെ നിലനിൽപ്പോടുകൂടിയാണ്. ഞാൻ മാത്രം നിലനിന്നാ പോരാന്നുള്ളതാണ് ഇതിന്റെ അർത്ഥം. നമ്മൾ മനസ്സിലാവുമ്പോൾ ഈ ഫെലോഷിപ്പിന്റെ പ്രവർത്തനത്തിൽ നല്ല സുഖം ഉണ്ടാവും നമുക്ക്. ഇതിന്റെ ബാക്കിയുള്ള ഒരു പൊളിറ്റിക്സും നമ്മളെ ബാധിക്കില്ല. ആൽക്കഹോളിക്സ് അനോണിമസിന്റെ സുഖം ഏയിലെ പഴമക്കാര് പറഞ്ഞ ആ ഭാഗങ്ങളിൽ നമ്മൾ നിൽക്കും. അതിലേക്ക് നമുക്ക് എത്താനായി പറ്റുമെന്നതാണ് സത്യം. നമുക്ക് പല മാർഗങ്ങളുണ്ട് ഈ സർവീസ് മാത്രമായിട്ട്, അല്ലെങ്കിൽ ഇതിൽ തന്നെയുള്ള ഇതിന്റെ പൊളിറ്റിക്സും ഉണ്ട് ഇപ്പുറത്തെ സൈഡിൽ. അപ്പൊ അത് ഏത് വേണമെന്ന് നമ്മൾ നിശ്ചയിക്കണം. അതിനാണ് നമ്മുടെ വിഷൻ, നമ്മളോട് കാഴ്ചപ്പാട് കൃത്യമായിട്ട് വെക്കാൻ നമ്മളോട് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇവിടെ ഈ ആളുകൾ ഒരിക്കൽ കൂടി സന്തുഷ്ടരും ബഹുമാനരും പ്രയോജനമുള്ളവരുമായി തീരുന്നു എന്നുള്ളത് തികച്ചും അവിശ്വസനീയമായി തോന്നിയേക്കാം. ഒരു കാലത്ത് എല്ലാ മനുഷ്യരാലും തള്ളിയ മനുഷ്യരാണ് നമ്മളൊക്കെ. ഇവനൊന്നും രക്ഷപ്പെടില്ല, അവൻ കുടിച്ചു മരിക്കുമെന്ന് പറഞ്ഞവർ, ഇവന്റെ ജീവിതം എന്താകുമെന്ന് പറഞ്ഞവർ, അവിടെയാണ് നമ്മുടെ മുന്നിൽ വരുന്നത്. ഈ ദാരുണാവസ്ഥയിൽ നിന്നും, ചീത്തപ്പേരിൽ നിന്നും, പ്രതീക്ഷാശൂന്യതയിൽ നിന്നും ഉയർന്നു വരാൻ എങ്ങനെ ഉയർത്തെഴുന്നേൽപ്പ് സാധ്യമായി? അവിടെയാണ് ഞങ്ങൾക്ക് പറയാനുള്ള പ്രായോഗികമായ ഒരു മറുപടി. എന്താ അറിയോ? ഞങ്ങൾക്ക് സംഭവിച്ച പോലെ നിങ്ങൾക്കും സംഭവിക്കും. ഇത് നിങ്ങൾക്കും സാധ്യമാണ്. മറ്റെല്ലാത്തിനേക്കാളും ഉപരി നിങ്ങൾ അത് ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ ഈ ഫെലോഷിപ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മദ്യപിക്കാതിരിക്കണം. നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം എന്ന രീതിയിൽ ഇങ്ങനെ മദ്യത്തെ മാറ്റി നിർത്തിയിട്ടിപ്പോ ഓരോ ആളുകളും നമുക്ക് മുന്നോട്ട് ഇങ്ങനെ പോകണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ആൽക്കഹോളിക്സ് അനോണിമസിലെ പഴമക്കാരായ മനുഷ്യർ അവരുടെ അനുഭവങ്ങളെ പ്രയോജനപ്പെടുത്താൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ
നിങ്ങൾക്കും ഇത് സാധ്യമാണ്. ഒരിക്കലും പണ്ട് സാധ്യമാകില്ല എന്ന് പറഞ്ഞ പലതും, അതാണ് നമ്മുടെ വാഗ്ദാനങ്ങളൊക്കെ പറയുന്നത്, അത് നമുക്ക് സാധ്യമായെന്ന് നമ്മുടെ സാക്ഷ്യം വഹിക്കുന്നവർ. അങ്ങനെ സാക്ഷ്യം വഹിച്ച ആളുകളാ പറഞ്ഞിട്ടുള്ളത്. ആ അനുഭവങ്ങളിലൂടെ നിങ്ങൾക്ക് സാക്ഷാകരിക്കും. അത്ഭുതങ്ങളുടെ യുഗം ഇപ്പോഴും ഞങ്ങളോടൊപ്പമുണ്ട്. ഞങ്ങളുടെ തന്നെ രോഗശമനം, അതാണ് ഞങ്ങളുടെ രോഗശമനം. ഞങ്ങൾക്ക് ഒരിക്കലും സാധ്യമല്ലാതിരുന്ന കാര്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചു. അപ്പോ ഈ ബിഗ് ബുക്ക് എന്ന് പറയുന്ന പുസ്തകം ലോകമെമ്പാടുമുള്ള അമിത മദ്യാസക്തിയുടെ വേലിയേറ്റത്തിലേക്ക് എടുത്തെറിയപ്പെടുമ്പോൾ ഇതിലെ നിർദ്ദേശങ്ങൾ പിന്തുടരുന്നതിന് വേണ്ടിയിട്ട് പരാജിതരായ കുറെ കുടിയന്മാർ ഇതിൽ പിടിക്കും. ഇതാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതിനാണ് ഞങ്ങൾ പുസ്തകം ഇറക്കിയിട്ടുള്ളത്. ധാരാളം പേർ തങ്ങളുടെ കാലുകളിൽ ഉയർന്നു നിന്നുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് എന്നറിയണം. ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ആ ഒരു നമ്മുടെ പഴമക്കാരുടെ വീക്ഷണം നമ്മളൊന്ന് ആലോചിച്ച് നോക്കും. ഇത് ഹതാശരായ എത്രയോ കുടിയന്മാർ അതിനുശേഷം കടന്നു വന്നു. അവർ തീർച്ചയായിട്ടും ഇതിൽ പിടിക്കുമെന്ന് നമുക്ക് ഉറപ്പുണ്ട്. അവര് മറ്റ് കുഴപ്പമുള്ള കുടിയന്മാരെ സമീപിക്കും. എന്നിട്ട് എന്താണ്, ഓരോ നഗരത്തിലും ഗ്രാമത്തിലും രക്ഷാപ്രവർത്തനത്തിന് ആളുകൾ ചെന്നെത്തപ്പെടുന്ന അഭയ കേന്ദ്രങ്ങളിൽ ആൽക്കഹോളിക്സ് അനോണിമസിന്റെ കൂട്ടായ്മ ഉയർന്നു വരും. നമ്മൾ ആലോചിക്കണം, വളരെ ചെറിയ ഒരു സംഖ്യ, 100ഓളം പേര്. ആ 100ഓളം പേരിൽ തന്നെ 40ഓളം പേരാണ് ആക്റ്റീവായി നിന്നത്. ആ സമയത്ത് പോലും നമ്മളുടെ പ്രതീക്ഷകൾ, ഇന്ന് നമുക്കറിയാം ലോകമെമ്പാടും 28 ലക്ഷം പേരോളമായിട്ട് നമ്മുടെ കൂട്ടായ്മ മാറിയിട്ടുണ്ട്. ഇനിയും എത്രയോ സ്ഥലങ്ങളിലേക്ക് ഇനിയും പ്രവർത്തനം എത്താനുണ്ട് എന്നുള്ളതാണ്. അപ്പോ നമ്മളെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ളവരോടൊത്തുള്ള പ്രവർത്തനം എന്ന അധ്യായത്തിൽ 12ാം പടിയുടെ ഭാഗമായിട്ട് മറ്റുള്ളവരെ എങ്ങനെ സമീപിക്കുക എന്നുള്ളതൊക്കെ നമ്മുടെ ആ ഭാഗങ്ങളിലാണ് പറഞ്ഞത്. അതിനെക്കുറിച്ചുള്ള അറിവ് നമുക്ക് അതിലുണ്ട്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നിങ്ങളുടെ കുടുംബങ്ങൾ ഈ ജീവിത രീതി സ്വീകരിച്ചാൽ എങ്ങനെയായിരിക്കും? നിങ്ങളുടെ കുടുംബങ്ങൾക്ക് ഈ മാറ്റം ഉണ്ടായ ആ അവസ്ഥയിൽ നിന്ന് ഇനി എത്രമാത്രം മുന്നോട്ട് പോകണമെന്ന് നിങ്ങൾക്കൊരു ആവശ്യമായിട്ട് തോന്നും. നിങ്ങളുടെ ഭാവി പ്രവർത്തനങ്ങളിലേക്ക് വെളിച്ചം പകരുന്നതിന് ഞങ്ങളുടെ കൂട്ടായ്മയുടെ വളർച്ച നിങ്ങൾക്ക് വിവരിച്ചു തരാമെന്നാ പറയാം. അതിന്റെ ഒരു ലഘു വിവരണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ചരിത്രം അവിടെ കടന്നു വരികയാണ്. അപ്പോ നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ ബിൽ വിൽസൺ, അദ്ദേഹത്തിന്റെ സോബറിറ്റി സംഭവിക്കുന്നത് ന്യൂയോർക്കിലെ സിൽക്വർത്തിന്റെ ഹോസ്പിറ്റലായ ടൗൺസ് ഹോസ്പിറ്റലാണ്. അദ്ദേഹം അവിടെ സോബറായി വരുന്ന അദ്ദേഹത്തിന് ഒരു സ്പിരിച്വൽ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവും. ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ട് അദ്ദേഹം ബന്ധപ്പെടുന്നുണ്ട്. എബി താച്ചറുമായിട്ട് അദ്ദേഹം നമ്മുടെ 13ാമത്തെ പേജിൽ ബില്ലിന്റെ കഥയിലൊക്കെ വളരെ വിശാലമായിട്ട് നമ്മൾ പറയാറുണ്ട്. അദ്ദേഹത്തിന് മാറ്റം ഉണ്ടായപ്പോ അദ്ദേഹം അവിടെ ആ സിൽക്വർത്തിന്റെ ആ സ്ഥലത്ത് ടൗൺസ് ഹോസ്പിറ്റലിൽ വരുന്ന രോഗികളുമായിട്ടും ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടുള്ള പ്രവർത്തനങ്ങളിൽ ഇങ്ങനെ 5-6 മാസം നടന്നു. ബില്ല് ആ സമയത്ത് അദ്ദേഹത്തിന് തിരിച്ചൊരു ജോലി, ലൂയിസ് ഒരു ഡിപ്പാർട്ട്മെന്റ് സ്റ്റോറിൽ ജോലി ചെയ്യാണ്. ലൂയിസിനെ എങ്ങനെയെങ്കിലുമൊക്കെ ഒന്ന് സഹായിക്കണം എന്നൊക്കെ ബില്ലിന് ആഗ്രഹമുണ്ട്. പക്ഷെ ബില്ലിന്റെ ആ ഒരു വിശ്വാസ്യത പോയി. കുടിയനെ സംബന്ധിച്ചിടത്തോളം വീണ്ടും വീണ്ടും ഉണ്ടാകുന്ന കുടിയും വാക്ക് കൊടുക്കലും ആരും വിശ്വസിക്കാത്തൊരവസ്ഥ കുടിയനുണ്ടാവും. ബില്ലിനും അത് തന്നെയാണ് ഉണ്ടായത്. അപ്പോ അദ്ദേഹം ആളുകളോട് ഈ സ്പിരിച്വൽ എക്സ്പീരിയൻസ് ഉണ്ടായതിനു ശേഷം വലിയ പ്രഘോഷണങ്ങളൊക്കെ നടത്തിയിട്ട് ദൈവത മാർഗത്തിലുള്ള പ്രഘോഷണങ്ങളൊക്കെ നടത്തി ആരും സോബറാവുന്നില്ല. പക്ഷെ അദ്ദേഹം കുടിക്കാതിരിക്കുന്നുണ്ട്. അപ്പൊ ഒരു റബ്ബർ കമ്പനിയുടെ ഭാഗമായിക്കൊണ്ട് അതിന്റെ പ്രവർത്തനത്തിനായിട്ട് അദ്ദേഹം അതിന്റെ കുറച്ച് നിയന്ത്രണമൊക്കെ ഏറ്റെടുക്കാനായിട്ട് 1-2 പേര് അദ്ദേഹത്തിനെ ഏൽപ്പിക്കുന്നു. അദ്ദേഹം അതിലേക്ക് പെട്ടു, അതിലേക്ക് പോകുന്നു. വലിയ കുഴപ്പങ്ങൾ ആ കമ്പനിയിൽ ഉണ്ടാവുകയാണ്. അപ്പോ ഒരു നിയമയുദ്ധത്തിലൊക്കെ ബിൽ വിൽസൺ അവിടെ അദ്ദേഹത്തിന്റെ സുഹൃത്തുക്കളൊക്കെ അദ്ദേഹത്തിനെ ഉപേക്ഷിച്ച് പോവുകയാണ്. അപ്പോൾ അദ്ദേഹം മെയ്ഫ്ലവർ ഹോട്ടലിലാണ് അവിടെ താമസിക്കുന്നത്. ഈ മെയ്ഫ്ലവർ ഹോട്ടലിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പൊക്കെ നടന്ന ഒരു ഹോട്ടലാണ്. ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ബില്ല് ആകെ ഒറ്റപ്പെട്ടവനായിട്ട് അവിടെ ഇങ്ങനെ നിൽക്കുകയാണ്. ഈ 5-6 മാസമായിട്ട് ബില്ല് കുടിക്കുന്നില്ല. കാരണം ജീവിതത്തിലെ വലിയൊരു പ്രതീക്ഷയായിരുന്നു തന്റെ ഭാര്യയായ ലൂയിസിന്റെ സഹായകരമായി പണ്ടത്തെ ഒരവസ്ഥ, ആ പൈസ ഉണ്ടാക്കിയിരുന്ന ഒരു അവസ്ഥ ഉണ്ട് ബില്ലിന്. എല്ലാം ആ അമേരിക്കയിലെ സ്റ്റോക്ക് എക്സ്ചേഞ്ച് മൊത്തം ബില്ലിന്റെ നിയന്ത്രണത്തിലാണ് എന്ന് പറയുന്ന ആ ഒരു രീതിയിലേക്ക് എത്തിയ ബില്ല് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് പ്രതീക്ഷയിലേക്ക് പോയ മദ്യാസക്തന് എപ്പോഴും ഉണ്ടാവുമല്ലോ. വലിയ പ്ലാനുകളും പദ്ധതികളൊക്കെ ഉണ്ടാക്കി പോയ അത് തകർന്നു പോയ വല്ലാത്ത നിരാശനായി ബില്ല് അവിടെ. അപ്പൊ അദ്ദേഹം ഇങ്ങനെ വളരെയധികം അദ്ദേഹത്തിന്റെ മുന്നിൽ കുറച്ചു കാലമായിട്ട് കുടിക്കാതിരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് ആരോടെങ്കിലുമൊക്കെ സംസാരിക്കണം എന്ന ആഗ്രഹം ഉണ്ടാവുന്നുണ്ട്. ആരോട് സംസാരിക്കും? അപ്പോ ബില്ലിന് വലിയ ദുഃഖമാണ്. കാരണം താൻ ഇങ്ങനെ എത്ര കാലം എന്ന് വെച്ചിട്ടാ അപ്പൊ ഇങ്ങനെ കുടിക്കാതെ ഇരിക്കുക എന്ന് അദ്ദേഹത്തിന് അറിയില്ല. ആ മെയ്ഫ്ലവർ ഹോട്ടലിന്റെ ഇതിലൂടെ ഇങ്ങനെ നടക്കുന്ന സമയത്ത് അദ്ദേഹം പല രീതിയിൽ ഉള്ള ശ്രമങ്ങൾ നടത്തുമ്പോൾ അവിടെ
2 ഓപ്ഷനാണ് അദ്ദേഹത്തിന്റെ മുന്നിൽ ഉണ്ടായിരുന്നത്. അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊട്ടപ്പുറത്ത് നമുക്കറിയാം ബാറുണ്ട്, അവിടങ്ങളിലൊക്കെ ബാറ് ഉണ്ട്. ആ ബാറിലേക്ക് പോകണമോ? അദ്ദേഹത്തിന്റെ മുന്നിൽ അതാണ്. കാരണം ജീവിതത്തിൽ വലിയ പ്രതിസന്ധിയിലെത്തി. എപ്പോഴും അങ്ങനെ ഉണ്ടായിട്ടില്ല. പലപ്പോഴും കുടിക്കാതിരിക്കുന്ന സമയത്ത് വല്ലാത്ത രീതിയിൽ ബില്ലിന് ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ സമയത്തൊക്കെ ബില്ല് കുടിച്ചിട്ടുണ്ട്. അപ്പൊ ബില്ല് എങ്ങനെയാണ് താൻ മുന്നോട്ട് പോവുക എന്നറിയാതെ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ അദ്ദേഹത്തിന് ഒരു ഡയറക്ടറി അവിടെ നിന്ന് കിട്ടുകയാണ്. ആ ഡയറക്ടറി അദ്ദേഹം പഠിച്ചു. അദ്ദേഹത്തിന് 2 ഓപ്ഷനാണുള്ളത്. ഒന്നില്ലെങ്കിൽ ആരെങ്കിലും ഒക്കെ വിളിക്കണം, അതല്ല എന്നുണ്ടെങ്കിൽ ബില്ലിന് ആ ബാറിലേക്ക് പോയി തന്റെ പഴയ ആ കുടി തുടരാം. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്ന് അദ്ദേഹത്തിന് അറിയാം. പക്ഷെ കുടിച്ചാലാണ് തനിക്കൊരു കൂട്ടുകാരനെ കണ്ടെത്താൻ പറ്റും. ഇപ്പൊ താൻ ആകെ ജീവിതത്തിൽ തകർന്നിരിക്കുകയാണ്. മദ്യാസക്തന്റെ 2 സ്വഭാവമുണ്ട്, കുടിക്കണോ വേണ്ടേ എന്ന് പറഞ്ഞ. പലപ്പോഴും അതിൽ വിജയിക്കുക എന്താണ്? അതുകൊണ്ടാണ് ഈ കുടിക്കുന്നതിന് മുന്നേ ഒരാളെ വിളിക്കണം എന്ന് പറഞ്ഞാൽ പല ആൾക്കാരും കുടിച്ചിട്ടാ വിളിക്കുക. അതിന്റെ കാരണം മറ്റേ ആഗ്രഹം അത്ര ശക്തമായി ആവാതിരിക്കുകയും കുടിക്കാനുള്ള ആഗ്രഹം അതിശക്തമായി നിന്ന് നമ്മൾ കുടിക്കുകയും ചെയ്യും. പക്ഷെ ബില്ലിന് അറിയായിരുന്നു. ബില്ലിന്റെ അവസാന അനുഭവങ്ങളൊക്കെ ബില്ലിനെ വളരെ കൃത്യമായിട്ട് ബോധ്യപ്പെടുത്തിയിരുന്നു. ഇനി ഉണ്ടാകുന്ന ഒരു കുടി തന്റെ ഏകാന്തതയല്ല, തന്നെ എല്ലാ തരത്തിലും തന്നെ പുറത്തെറിയുമെന്ന് അദ്ദേഹത്തിന് അറിയാൻ പറ്റും. കുടിക്കാൻ പറ്റിയില്ല. ആ ഒരു പ്രത്യാശയോടുകൂടി ആ മദ്യം വേണ്ട എന്ന് വെച്ചു. 6 മാസമായിട്ട് കുടിക്കുന്നില്ല. അതില് 3 പെഗ് കുടിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുക എന്നുള്ള ബില്ലിന് അറിയാം. ആദ്യത്തെ പെഗ്ഗാണ് കുഴപ്പം എന്നുള്ള ബോധ്യം ഉണ്ടായി. ആ മരണം, ഇനി കുടിക്കുക എന്ന് പറഞ്ഞാൽ മരണം തന്നെയാണ്. നശിച്ച അബോധാവസ്ഥയിൽ തനിക്ക് നീച്ചു നിൽക്കാൻ പറ്റാണ്ട് വീണ്ടും ആ വിറയലോടുകൂടി ഉണ്ടാവുക എന്നുള്ള തോന്നൽ വരുമ്പോൾ ആ ടെലിഫോൺ ഡയറക്ടർ എങ്ങോട്ട് പോകണം? തൊട്ടപ്പുറത്ത് തന്നെ ബാറുണ്ട്. ബാറിലെ അന്തരീക്ഷവും ആ മണി ചുവന്ന ലൈറ്റും എല്ലാം ബില്ലിന്റെ ഓർമ്മയിലേക്ക് വരുന്നു. ബില്ല് അവിടെ നിന്ന് നേരെ ആ ഫോൺ ഡയറക്ടറിയിലാണ് വിളിക്കുന്നത്. അവിടുന്ന് പലപ്പോഴും ആ രസകരമായിട്ട് ആ വൈദികന്റെ പേരൊക്കെ പറയാറുണ്ട്. ലൂയിസ് ഓർമ്മിക്കുന്നത് അതിനെ കുറിച്ചിട്ട് അദ്ദേഹത്തിന്റെ പേരിന്റെ ഒരു ഇതുണ്ട്. ഇപ്പൊ ഞാൻ മറന്നുപോയത്. വളരെ രസകരമായ, ബില്ല് എപ്പോഴും അങ്ങനത്തെ രസകരമായ കാര്യങ്ങൾ കണ്ടെത്തുന്ന ഒരാളായിരുന്നു എന്നാ പറയുന്നത്. അപ്പൊ ആ വൈദികനെ വിളിക്കാൻ കാരണം ഈ ഓക്സ്ഫോർഡ് ഗ്രൂപ്പുമായിട്ടുള്ള ബില്ലിന്റെ ബന്ധമായിരിക്കും എന്നാ പറയുന്നത്. ആ വൈദികനാണ് ബില്ലിന് കുറച്ച് ആൾക്കാരുടെ നമ്പർ കൊടുക്കുന്നത്. ഞാൻ ന്യൂയോർക്കിൽ നിന്ന് വന്നതാണെന്നും എനിക്ക് മദ്യാസക്തരുമായിട്ട് സംസാരിക്കണമെന്ന് ബില്ല് പറയുമ്പോൾ അതിൽ കിട്ടിയ ഒരാൾ ത്രൂ പിന്നെയാണ് ഹെൻറിറ്റ സിബർലിങ്ങിന്റെ നമ്പറിലേക്ക് ബില്ല് എത്തിയുന്നത് എന്നുള്ളതാണ്. അപ്പോ ആ വൈദികനുമായിട്ടുള്ള കോള്, അതിൽ നിന്ന് തന്നെ ഹെൻറിറ്റ സിബർലിങ്ങിനെ ബില്ല് വന്ന കമ്പനിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബില്ലിനെ അവരെ വിളിക്കണമെന്നുള്ള സംശയമുണ്ട്. അതിൽ പെട്ട ഏതോ ഒരാളുടെ ഭാര്യയാണെന്ന് ഹെൻറിറ്റയെ കുറിച്ച് കരുതുന്നുണ്ട്. ഈ ഹെൻറിറ്റ സിബർലിംഗ് എന്ന് പറയുന്ന ലേഡി ഓക്സ്ഫോർഡ് ഗ്രൂപ്പുകാരിയാണ്. ഒരു ഭർത്താവ് ഉപേക്ഷിക്കപ്പെട്ട സ്ത്രീയാണ്. 3 കുട്ടികളുണ്ട് അവർക്ക്. അപ്പൊ അവരവിടെ ബില്ലിനെ സ്വീകരിക്കുന്നുണ്ട്, അവിടുന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ട്. അപ്പൊ അവര് പറഞ്ഞു ഞാനൊരു മദ്യാസക്തയല്ല എന്ന് പറയാണ്. അപ്പോ എനിക്ക് അറിയുന്ന ഒരു മദ്യാസക്തനായിട്ടുള്ള ഒരാളുണ്ട്, അവിടേക്ക് ഞാൻ എത്താം. അയാൾ പല മാർഗങ്ങൾ സ്വീകരിച്ചിട്ട് അയാൾ ഒരു പേര് കേട്ട സർജനാണ്. അക്രോണിലുള്ള പേര് കേട്ട ഒരു സർജനാണ്. അയാളുടെ ഭാര്യ ആനിയൊക്കെ വളരെ നല്ല രീതിയിൽ ഓക്സ്ഫോർഡ് ഗ്രൂപ്പിൽ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ അയാൾക്ക് പലപ്പോഴും ആത്മീയമായ കുറെ കാര്യങ്ങളൊക്കെ അയാൾക്ക് അറിയാം. പക്ഷെ അയാള് എന്തോ സോബർ ആവുന്നില്ല എന്ന്. അപ്പൊ അതുകൊണ്ട് തന്നെ അയാളിലേക്ക് നമുക്ക് കാണാന്ന് പറയുന്നത്. അങ്ങനെയാണ് നമ്മുടെ സഹസ്ഥാപകനായ ബോബിനെ ബില്ലിന് കണക്ഷൻ ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ബോബിനെ കിട്ടിയ സമയത്ത് ബോബ് ആനിയോട് പറയുന്നത് തന്നെ ഞാനൊരു അരമണിക്കൂർ വേണമെങ്കിൽ ഇവനോട് സംസാരിക്കാന്നാണ്. ബോബിന് അത് കഴിഞ്ഞാൽ കുടിക്കാമെന്നാ ബോബിന്റെയും കാരണം ബോബിനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ അയാൾ എന്താ പറയാൻ പോണെന്ന് അറിയില്ല. ന്യൂയോർക്കുന്ന ഒരാൾ വന്നിട്ടുണ്ട്. ബോബിന് തന്നെ സ്വയം അറിയാം, അയാളൊരു ഡോക്ടർ കൂടിയാണ്. മദ്യം തന്റെ ശരീരത്തിനും മറ്റു കാര്യങ്ങൾക്കും തന്റെ പ്രൊഫഷനും എല്ലാം പ്രശ്നമായിട്ടുണ്ടെന്നും തനിക്ക് കുഴപ്പമാണ് എന്ന ബോധ്യമുണ്ട്. ഓക്സ്ഫോർഡ് ഗ്രൂപ്പിന്റെ അടക്കം നിരവധി പരിപാടികളിൽ അയാൾ പങ്കെടുക്കുന്നുണ്ട്. പരിപാടികളിൽ അയാൾ പങ്കെടുത്തിട്ടുണ്ട്. അയാൾ തന്നെ പല ശ്രമങ്ങളും നടത്തിയിട്ടുണ്ട്. ആത്മീയമായ കാര്യങ്ങളെ കുറിച്ചും അയാൾക്ക് അറിയാം. തനിക്ക് രക്ഷപ്പെടാൻ പറ്റുന്നില്ല. അപ്പൊ ഒരാള് പറയുന്നു, ഏതോ ഒരു ഉപദേശകൻ അയാളെ കാണാൻ അരമണിക്കൂർ എന്ന് പറഞ്ഞുകൊണ്ട് അയാള് എന്ത് ചെയ്തു, കാണാനായി ശ്രമിച്ചു. അപ്പോ എല്ലാ തരത്തിലുള്ള മനഃശക്തി പ്രയോഗിച്ചിട്ട് ബോബിന് സാധിക്കാതിരുന്ന ഒരു കാര്യമാണ്. ആ അരമണിക്കൂർ സമയം വളരെ പ്രധാനപ്പെട്ട ഒരു സമയമാണ് കൊടുക്കുന്നത്. അവിടെ ഹെൻറിറ്റയുടെ വീട്ടിലേക്ക് അവര് കടന്നു വരുമ്പോ അവിടെ ഇരുന്നു കൊണ്ട് അരമണിക്കൂർ എന്നുള്ളത് മണിക്കൂറുകൾ ബിൽവിൽസണും ബോബും തമ്മിൽ സംസാരിക്കുന്നുണ്ട്. അവിടെയാണ് ഒരു മദ്യാസക്തൻ വേറൊരു മദ്യാസക്തനോട് സംസാരിക്കുന്നതിന്റെ നമ്മുടെ കൂട്ടായ്മയുടെ ഏറ്റവും ആദ്യത്തെ ആ ഒരു കാര്യമായിരുന്നു.
അതിന്റെ ഒരു രസതന്ത്രം അവിടെയാണ് കടന്നു വന്നത്. നമ്മൾ ആലോചിക്കണം, വളരെ പ്രശസ്തനായ ഒരു സർജൻ, വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് കൃത്യമായ കാര്യങ്ങൾ അറിയാം. അതുവരെ ബിൽ വിൽസൺ പ്രവർത്തിച്ചിരുന്നത് മറ്റുള്ള ആൾക്കാരോട് ഉപദേശങ്ങൾ കൊടുത്ത് ദൈവത്തിന്റെ കാര്യം പറഞ്ഞുകൊണ്ടായിരുന്നു ബില്ല് പ്രവർത്തിച്ചിരുന്നത്. അത് നടന്നിട്ടില്ല. ചിലക്കുറത്ത് പറഞ്ഞ ഒരു ഉപദേശം ബില്ലിന്റെ ഓർമ്മയിലുണ്ട്. നീ അവരോട് മദ്യാസക്ത രോഗത്തെക്കുറിച്ച് പറ. ശാരീരികമായ അലർജി ഉണ്ടാക്കുന്നുണ്ട് മദ്യം, അത് മാനസികമായ വിധേയത്വം ഉണ്ടാക്കുന്നുണ്ട്. പിന്നെ കഴിച്ചു കഴിഞ്ഞാൽ ഈ അലർജി വീണ്ടും വീണ്ടും മദ്യം വേണമെന്ന ആ ഒരു അലർജി രോഗമാണ് മദ്യാസക്തി. അതൊരിക്കലും മദ്യാസക്തൻ ആദ്യത്തെ പെഗിലൂടെയാണ് സംഭവിക്കുന്നത്, അവസാനത്തെ പെഗല്ല കുഴപ്പം. അതിന്റെ ശാസ്ത്രം പറ, വൈദ്യശാസ്ത്രത്തെ കുറിച്ച് പറയാന്ന്, എന്നിട്ട് നിന്റെ കാര്യങ്ങൾ കൊടുക്കുന്ന ബില്ലിനോട് ഒരു ഉപദേശം കൊടുത്തിട്ടുണ്ട്. അപ്പോ വളരെ ശ്രദ്ധയോടുകൂടിയാണ് ബില്ല് നീങ്ങിയത്. ബില്ലിനെ സംബന്ധിച്ചിടത്തോളം ജീവൻ മരണ പോരാട്ടമാണ്. 6 മാസം കുടിക്കാതിരിക്കുന്ന സമയത്ത് ബില്ലിനേക്കാൾ മുതിർന്ന ഒരു മനുഷ്യൻ, 10-15 വയസ്സ് കൂടുതലുള്ള ഒരാള്, വർഷങ്ങളുടെ അനുഭവ പരിചയം ഉള്ള ആള്, വൈദ്യശാസ്ത്ര രംഗത്തെ അനുഭവമുള്ള, ബില്ലിനേക്കാൾ നന്നായി ആത്മീയ കാര്യങ്ങളിൽ പ്രവർത്തിച്ചിരുന്ന, കുടുംബപരമായി പാരമ്പര്യം ഉണ്ടായിരുന്ന ഒരാളായിരുന്നു ഡോക്ടർ ബോബ്. അവിടെയാണ് ബിൽ വിൽസൺ ബോബുമായിട്ട് തന്റെ അനുഭവങ്ങൾ ആദ്യം പങ്കുവെക്കുകയാണ്. താൻ എങ്ങനെയുള്ളവനായിരുന്നു, എന്ത് സംഭവിച്ചു. ഒരിക്കലും ബോബിനോട് ഉപദേശങ്ങൾ കൊടുക്കാനോ ബോബിനെ മാറ്റി തീർക്കാനോ അല്ല. പരിചയപ്പെട്ടപ്പോൾ തന്നെ ബില്ല് തന്റെ ജീവിതത്തിൽ ഉണ്ടായ സംഭവങ്ങൾ പറഞ്ഞു. അതുകൊണ്ടാണ് വളരെ പെട്ടെന്ന് തന്നെ ബോബിനെ പോലെ ഒരാളെ മണിക്കൂറുകളോളം ഇരുത്താനായിട്ട് ബിൽ വിൽസന് സാധിച്ചത്. മാത്രമല്ല, ബോബ് പറഞ്ഞ പ്രധാനപ്പെട്ട വാക്കുകൾ, ബോബിന്റെ വാക്കുകൾ ഇങ്ങനെയായിരുന്നു: അയാൾ പറഞ്ഞത് അയാളുടെ കഥയാണ്, പക്ഷെ അത് എന്റെ കൂടി കഥയായിരുന്നു എന്നാണ്. അതായിരിക്കണം ഒരു സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ള കൃത്യമായ കാഴ്ചപ്പാട് നമുക്ക് തന്ന ഭാഗമാണ്. അവിടെ മറ്റുള്ള ആളുകളോട് കൂടി താൻ എത്ര തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള, അപ്പോഴൊക്കെ ബോബിനെ സംബന്ധിച്ചിടത്തോളം മറ്റുള്ള ആൾക്കാരോട് എങ്ങനെയാ താൻ ഒരു അമിത മദ്യാസക്തന, ബോബിന്റെ വിചാരം ആരും അറിയുന്നില്ല എന്നതായിരുന്നു. ആ രീതിയിൽ അദ്ദേഹം പിന്നീടും കുറച്ചു ദിവസം കുടിച്ച് ബോബ് പെട്ടെന്ന് ബില്ല് അവിടെ താമസിക്കുന്നുണ്ട്. ബില്ലിനെ ഒരു ദിവസം വിളിച്ചുകൊണ്ട് തന്നെ ബോബ് പിന്നീട് ഒരു അമേരിക്കയിലെ മെഡിക്കൽ അസോസിയേഷന്റെ പരിപാടി പങ്കെടുത്ത് വരുമ്പോൾ അദ്ദേഹത്തെ അവന്റെ അവസാനത്തെ കുടി, അതിന് പിറ്റേ ദിവസം അദ്ദേഹം ഒരു ഓപ്പറേഷൻ ചെയ്തതോടുകൂടി കുടി നിർത്തുകയും ആ ടൗണിലുള്ള ആളുകളുമായിട്ട് മാപ്പ് പറഞ്ഞുകൊണ്ട് താൻ ചെയ്ത ഉപദ്രവങ്ങൾക്കും താൻ കുടിച്ചിരുന്നു, പലപ്പോഴും അവർക്കൊക്കെ മനസ്സിലായി എന്ന് ബോബ് അറിഞ്ഞത് ആ സമയത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതോടുകൂടിയാണ് ജൂൺ 10 നമ്മുടെ കൂട്ടായ്മ ഉണ്ടാക്കിയതായത് പറയപ്പെടുന്നത്. ആ 2 പേരിലൂടെയാണ് നമ്മുടെ കൂട്ടായ്മ. ഒരു മദ്യാസക്തനോട് പറഞ്ഞാൽ ഇവിടെ 2 ഗുണം ഉണ്ടായത്: ബില്ലിന് കുടിക്കാതിരിക്കാൻ സാധിക്കുന്നു, 6 മാസത്തെ തന്റെ സോബർത്തിയെ കാത്തു സൂക്ഷിക്കാൻ പറ്റി, അതോടുകൂടി ഒരു പുതിയ ഒരാൾക്ക് ജീവിതത്തിലേക്ക് വെളിച്ചമായി. അപ്പൊ അങ്ങോട്ടും ഇങ്ങോട്ടും സഹായകരമാകുകയാണ് ഒരു അനുഭവങ്ങളെ കൊണ്ട്. മറ്റൊരാളോട് തനിക്കുണ്ടായ കാര്യങ്ങൾ പറയുമ്പോൾ വലിയ ഒരാശയമായിരുന്നു അത്. ഈ 2 സുഹൃത്തുക്കൾക്കും വലിയ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായി. കാരണം തങ്ങൾ ഇനി ഇങ്ങനെ മുന്നോട്ട് പോയാൽ പോരാ, ഇനിയും ആളുകളിലേക്ക് എത്തിക്കേണ്ടതുണ്ട് എന്ന് മനസ്സിലാക്കി. അപ്പൊ അവിടെ പരിചയം ഉണ്ടായിരുന്ന അക്രോണിലെ ഒരു നഴ്സിനെ ബോബ് വിളിച്ചു. ഏതെങ്കിലും ഒരു മദ്യാസക്തനെ തനിക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പൊ അവിടെ ഒരു മുഴുകുടിയനായിട്ടുള്ള ഒരാൾ വന്നിട്ടുണ്ട്, അവര് നഴ്സിനെ കടിച്ചിട്ടുണ്ട്, തലയ്ക്ക് യാതൊരു വെളിവുമില്ല എന്നൊക്കെ പറഞ്ഞു. അവരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ മൂന്നാമനായ ബിൽറ്റി എന്ന് പറയുന്ന കൗൺസിലറാണ് അദ്ദേഹം, അതേപോലെ വക്കീലാണ്. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം ആരാണ് പിറ്റേ ദിവസം ബോധം വന്നപ്പോ തന്നെ സ്വകാര്യ മുറിയിലാക്കി, താൻ വാർഡിലാ കടക്കാരൻ, തന്റെ അവസ്ഥ അയാൾക്ക് തന്നെ അറിയാം. അവിടെയാണ് 2 പേര് വന്നിട്ട് അമിത മദ്യാസക്തി എന്ന രോഗത്തിന് നിങ്ങൾക്കൊരു ചികിത്സ നൽകുകയാണെന്ന് അതിലൊരാൾ പറയാണ്. അയാളുടെ ആ പറഞ്ഞപ്പോ ഒരു പ്രതീക്ഷയാണ്, അതുകൊണ്ടൊന്നും വലിയ ബലമൊന്നുമില്ല, നിങ്ങൾ വലിയ കളിയൊന്നും കളിക്കണ്ടെന്ന് അയാൾ പറഞ്ഞു. എന്നെ രക്ഷപ്പെടുത്താനൊന്നും ആവില്ല, ഞാന് ഒരു പോയ കേസാ എന്ന് ബിൽഡി പറയുന്നുണ്ട്. ഇതിനു മുമ്പ് ഞാൻ ഈ ആശുപത്രിയിൽ നിന്ന് ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങുമ്പോ വീണ്ടും കുടിക്കാറുണ്ട്, പിന്നെ പുറത്തിറങ്ങാൻ എനിക്ക് ഭയമാണ്, എന്തുകൊണ്ടാണെന്നാലും മനസ്സിലാവുന്നില്ല എന്ന് പറഞ്ഞു. അപ്പോ ആ ഒരു മണിക്കൂർ ഈ 2 പേരും, ബില്ലും ബോബും കൂടി ബിൽഡിയോട് തങ്ങളുടെ അനുഭവങ്ങൾ പറയുന്നു. ഞങ്ങളും അങ്ങനെയാണ് എന്ന്. ആ അനുഭവങ്ങളിലൂടെയൊക്കെ തന്നെ അയാൾക്ക് മനസ്സിലായി, ഞാനും അങ്ങനെയാണ്, ഇവരെ പോലെ തന്നെയാണ്, എന്റെ അനുഭവങ്ങളാണ് ഇവരും പറയുന്നത്. ആ ശയ്യാലംബിയായ ബെഡിൽ കിടക്കുന്ന ബിൽഡിയോട് ഈ രോഗബാധയെക്കുറിച്ചും അതിലെങ്ങനെയാണ് അമിത മദ്യാസക്തി ഒരു മദ്യാസക്തനെ നശിപ്പിക്കുന്നത്, ഏത് രീതിയിലാണ് ഈ രോഗം മനുഷ്യനെ ബാധിക്കുമ്പോൾ നമ്മുടെ ആദ്യത്തെ കുടിക്ക് തൊട്ട് മുന്നേ ഉണ്ടാകുന്ന മനസ്സിന്റെ അവസ്ഥയെക്കുറിച്ചും വളരെ കൃത്യമായിട്ട് ഇവർ സംസാരിക്കുന്നത്. അപ്പോ ബിൽഡിക്ക് മനസ്സിലായി, ഇത് എന്റെ ധാരണയും ഇങ്ങനെയാണ്, ഇതൊക്കെ നിങ്ങൾക്ക് എങ്ങനെ അറിയാം, പക്ഷെ എനിക്ക് എന്ത് ഗുണം ഉണ്ടാവുക ഇതൊക്കെ അറിഞ്ഞുകൊണ്ട്? ഞാൻ ജീവിതത്തിൽ എന്തൊക്കെയോ ആയി തീർന്നവനാണ്. പണ്ടൊരിക്കല് പല രീതിയിലായിരുന്നു ഞാൻ, ഇപ്പൊ ഞാൻ അതൊന്നും അല്ല.
എനിക്ക് ഒരിക്കലും കൂടി നിർത്താനായിട്ട് പറ്റില്ല എന്ന് അദ്ദേഹം പറയും. എനിക്ക് പണ്ടത്തേക്കാൾ നന്നായിട്ട് അറിയാം. അപ്പോ നമ്മുടെ ബില്ലും ബോബും അത് കേട്ട് പൊട്ടിച്ചിരിക്കുക ചെയ്തത്. അപ്പൊ അയാൾ പറഞ്ഞു, നിങ്ങൾ ചിരിക്കൊന്നും വേണ്ട. അപ്പോ ആ എയുടെ സ്ഥാപകനായ ബിൽഡി അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടിരുന്ന അദ്ദേഹത്തിന്റെ ഡിനയിൽ കൊണ്ട്, പക്ഷെ അദ്ദേഹം വീണ്ടും വരുന്നു. ആ ആത്മീയമായ അനുഭവങ്ങളെ കുറിച്ച് അദ്ദേഹത്തിനോട് പറയുന്നു. പിറ്റേ ദിവസം വീണ്ടും അയാൾക്ക് മനസ്സിലാകുന്ന തരത്തിൽ വീണ്ടും അയാളോട് കാര്യങ്ങൾ പറയുമ്പോൾ അയാൾ തന്നെ സ്വയം ചിന്തിച്ച് ബോധ്യം വന്നത് ദൈവത്തിന് എന്ത് ചെയ്യാൻ കഴിയും എന്ന് പറഞ്ഞുകൊണ്ട്, ഒറ്റയ്ക്ക് എന്തായാലും പറ്റില്ല, ദൈവം എന്നെ സഹായിക്കില്ല, നിങ്ങളുടെ കൂടെ ചേർന്നാൽ സഹായിക്കും എന്ന് പറഞ്ഞുകൊണ്ട് ആ അഭിഭാഷകൻ തന്റെ ജീവിതം സൃഷ്ടാവിന്റെ പരിരക്ഷയ്ക്കും മാർഗദർശനത്തിനുമായി നൽകിയെന്നാ പറയും. അയാള് തന്നെ ദൈവം ഇഷ്ടം പോലെ എന്തും ചെയ്യുന്നതിന് താൻ തയ്യാറായി. തനിക്ക് ഒറ്റയ്ക്ക് സാധ്യമല്ല, ഇവരെ കൂടി ചേർത്തില്ല. അതുവരെ ദൈവത്തെ പോലും ബിൽഡി ഉൾക്കൊള്ളാൻ തയ്യാറായിരുന്നില്ല. അദ്ദേഹത്തിന്റെ ഭാര്യ എത്തി, അവർക്കും തീരെ പ്രതീക്ഷയില്ലായിരുന്നു. പക്ഷേ തന്റെ ഭർത്താവിൽ എന്തോ വ്യത്യസ്തമായ എന്തോ ഒന്ന് അവർക്ക് കാണാൻ കഴിഞ്ഞതാണ്. അയാള് സ്വതന്ത്ര മനുഷ്യനായിട്ട് ആശുപത്രിയിൽ നിന്ന് പുറത്തിറങ്ങി എന്ന് അറിയണം. അയാള് രാഷ്ട്രീയ പാർട്ടിയുടെ അല്ലെങ്കിൽ ആ നഗരത്തിലെ പ്രധാനപ്പെട്ട ആളായി. അദ്ദേഹം മരണം വരെ പിന്നീട് കുടിച്ചിട്ടില്ല. തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെടുന്നതൊക്കെ പറയുന്നുണ്ട്. പിന്നീട് ബിൽഡിംഗ് കുടിക്കാതിരിക്കുന്നു. അത് 1935 ജൂൺ മാസത്തിലാണ്. പിന്നീട് അദ്ദേഹം കുടിച്ചിട്ടില്ല. വളരെ ബഹുമാനപ്പെട്ടവും മറ്റു മദ്യാസക്തരെ രോഗവിമുക്തിക്ക് സഹായിക്കുന്നവനായി മാറി. അപ്പൊ രോഗത്തിന്റെ പരിഹാരം രണ്ടുപേര് കണ്ടെത്തിയത് മൂന്നാമനായ ഒരാൾക്ക് കൊടുത്തു. ഈ താൻ അകന്നു നിന്ന പള്ളിയിലെ ഭാഗമായിട്ട് ഇയാൾ. അപ്പൊ സമൂഹത്തിൽ എവിടെയാണോ തന്നെ തിരസ്കരിച്ചത് അവിടേക്ക് ഒരിക്കലും വരാൻ പറ്റില്ല എന്ന് പറഞ്ഞ മനുഷ്യനെ പോലും തിരിച്ചു വരാൻ സഹായിക്കുന്നു. അയാൾ അത്തരത്തിൽ പുതിയ ആൾക്കാരെ കണ്ടെത്തുന്നു. ആ രീതിയിൽ നമ്മുടെ കൂട്ടായ്മ വളരെയാണ്. അപ്പോ ഈ രീതിയിൽ അമിത മദ്യപാന രോഗികൾ അവിടെ നിരവധി പേരുണ്ട്. അവർക്ക് ഏതൊക്കെ രീതിയിലേക്ക് നമുക്ക് സന്ദേശം കൊടുക്കാൻ പറ്റുമെന്നായിരുന്നു നമ്മുടെ കൂട്ടായ്മയിലേക്ക് വന്ന ആളുകൾ ചിന്തിച്ചത്. പിന്നീട് കടന്നു വന്ന എർണിജി എന്ന് പറയുന്ന ആ ഒരാള്, പിന്നീട് അദ്ദേഹം ബോബിന്റെ മോളെയൊക്കെ കല്യാണം കഴിച്ചു. അദ്ദേഹത്തിന് ഈ പറഞ്ഞ ചെറുപ്പക്കാരനായ 30 വയസ്സുള്ള ഒരാളായിരുന്നു. നമ്മുടെ 7th മന്ത് സ്ലിപ്പ് എന്നൊക്കെ പറഞ്ഞിട്ട് ബിഗ് ബുക്കിൽ അദ്ദേഹത്തിന്റെ കഥയുണ്ട്. വ്യക്തികഥകളിൽ അദ്ദേഹം വീണ്ടും റിലാപ്സ് ഒക്കെ സംഭവിച്ച റിലാപ്സുകളുടെ രാജകുമാരനായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. അപ്പൊ ആ ഒരു 4 പേര് വീണ്ടും ഒരാളിലേക്ക് സന്ദേശം കൊടുക്കുന്നു. അതിൽ നമ്മുടെ എഡ്ഡി ആറിനെ പോലുള്ള ആള് വന്നിട്ട് പിന്നീടാണ് വരുന്നത്. കുറെ വർഷങ്ങൾക്ക് ശേഷം എഡ്ഡിയൊക്കെ തിരിച്ചു വരുന്നുണ്ട്. ബോബിന്റെ വീട്ടിൽ താമസിക്കുകയും വലിയ രീതിയിൽ ബോബിനൊക്കെ കുഴപ്പങ്ങൾ ഉണ്ടാക്കി ഇറങ്ങിപ്പോവുകയും ചെയ്ത ആളാണ് എഡ്ഡി. പക്ഷെ അയാൾ പിന്നീട് നമ്മുടെ കൂട്ടായ്മയിലേക്ക് കടന്നു വന്നു. അപ്പൊ അങ്ങനെ ഒരാളിൽ നിന്ന് ഒരാളിലേക്ക് പറഞ്ഞു വന്ന ഒരു കൂട്ടായ്മ. അവിടെ തന്നെ നമ്മൾ കൃത്യമായിട്ട് എങ്ങനെയാണ് നമ്മൾ മറ്റു മനുഷ്യരിലേക്ക് സന്ദേശം കൊടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ അറിയാണ്. അവിടെ വളരെ കൃത്യമായിട്ട് നമ്മൾ അതിൽ നിന്ന് നിരവധി പേരിലേക്ക് ഈ സന്ദേശം വരുന്നു. തിരിച്ച് ബില്ല് ന്യൂയോർക്കിലേക്ക് വരുമ്പോൾ അവിടെയും ബില്ല് വീണ്ടും ഇതേ പ്രവർത്തനം ആരംഭിക്കുന്നു. ഒന്നിൽ നിന്ന് ഒരാളായിട്ട് നമ്മുടെ ഫിറ്റ്സ് മയോ വരുന്നുണ്ട്, നമ്മുടെ ഹാങ് പി കടന്നു വരുന്നുണ്ട്. അപ്പൊ നിരവധി പഴമക്കാരായ അന്നത്തെ മെമ്പേഴ്സ്, അവരുടെ എല്ലാം ഇതോടുകൂടിയാണ് നമ്മുടെ ഹാങ് പിയുടെ വലിയൊക്കെ സംഭാവന ഈ ബുക്ക് ഇറങ്ങുന്ന കാര്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ആ പഴമക്കാരൊക്കെ ഒന്ന് അവിടെ നിൽപ്പുണ്ട്. മറ്റു മദ്യാസക്തരെ സഹായിച്ചുകൊണ്ടാണ് അവർ വളരെ പതുക്കെയാണ് നമ്മൾ 40 പേരും 100 പേരൊക്കെ ആയിട്ട് വളർന്നത്. പക്ഷെ പിന്നീടുള്ള വളർച്ചയൊക്കെ കാലഘട്ടത്തിൽ പരിണാമപരമായി എവല്യൂട്ട് ചെയ്തു വന്നതാണ് നമ്മുടെ ഫെലോഷിപ്പ്. ഒരു ഭാഗത്ത് നിന്നതല്ല നമ്മൾ. ഇതിന്റെ ഇതാണ് എങ്ങനെയാണ് ആ കൂട്ടായ്മ വളർന്നത്. ഒന്നിൽ നിന്ന് മറ്റുള്ളവരിലേക്ക് ഓരോ മനുഷ്യരും തനിക്ക് കിട്ടിയ സുബോധം നിലനിൽക്കണം എന്നുണ്ടെങ്കിൽ താൻ ഒറ്റയ്ക്ക് നിന്നാ പോരാ, മറ്റുള്ളവർക്ക് സഹായകരമായി വർത്തിക്കണം എന്ന ബോധ്യത്തെ പകർന്നു കൊടുത്തപ്പോഴാണ് കൂട്ടായ്മ വളർന്നത്. അവരുടെ കാര്യം നോക്കിയിട്ട് കുടിക്കാതിരുന്നത് കൊണ്ടല്ല നമുക്ക് ഈ ഫെലോഷിപ്പ് ഉണ്ടായത്. അതിനോട് പറയാണ് പ്രശ്നങ്ങളോടുള്ള നമ്മുടെ 166-ാമത്തെ പേജില് പ്രശ്നങ്ങളോടുള്ള പ്രായോഗികമായ സമീപനം. നമ്മുടെ കാതിൽ എങ്ങനെയാണ് പ്രശ്നങ്ങളോടുള്ള പ്രായോഗികമായ സമീപനം നമ്മൾ എടുത്തു. യാതൊരു തരത്തിലുള്ള അസഹിഷ്ണുതയും ഇല്ലായ്മ. നമ്മുടെ കൂട്ടായ്മ വളരണമെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഒരു തരത്തിലും യോജിക്കില്ല എന്ന് പറഞ്ഞ ആൾക്കാരാണ് മദ്യാസക്തര്. നമുക്കറിയാം, ഏകദേശം സഹോദരങ്ങളെ എന്ന് പറഞ്ഞാൽ തന്നെ നമ്മൾ തമ്മിലുള്ള വിയോജിപ്പുകൾ കൂടുതലാണ്. പല കാര്യങ്ങളിലും നമ്മളെ അംഗങ്ങൾ തമ്മിൽ വിയോജിപ്പുകൾ ഉണ്ടാവും. പക്ഷെ അവിടെ നമ്മുടെ കൂട്ടായ്മയ്ക്ക് വേണ്ടി നമ്മുടെ അസഹിഷ്ണുത മാറ്റുകയാണ്. അനൗപചാരികത. നമുക്ക് ഔപചാരികമായ രീതികളൊന്നും ഇല്ല. നമ്മൾ പറയാറില്ല പടികൾ ഇങ്ങനെ ആവണം, മീറ്റിംഗിൽ ഇന്നത് വായിക്കണം. ഇതൊന്നും ഏടെ തുടക്കത്തിലേ ഉണ്ടായിട്ടില്ല. അതുകൊണ്ടല്ലേ എയുടെ ചരിത്രത്തിലേക്ക് നിങ്ങൾ പോയിട്ട് മീറ്റിംഗ് അക്രോണിൽ ഇങ്ങനെ നടന്നു, എയുടെ ബുക്കിൽ ഇങ്ങനെ പറഞ്ഞു, ഇതൊന്നും എടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ ഈ ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അനൗപചാരികതയാണ് ഇതിലുണ്ടായിരുന്നത്. ഓരോ സ്ഥലത്തും ഓരോ രീതിയിലാണ്. ബൈബിള് വായിച്ച മീറ്റിംഗ് ഉണ്ടായിട്ടുണ്ട്, ഒരു പ്രാർത്ഥനയും നടക്കാത്ത മീറ്റിങ്ങുകൾ ഉണ്ടായിട്ടുണ്ട്. പല രീതിയിൽ വന്നിട്ടുണ്ട്, പല രീതിയിലുള്ള മനുഷ്യർ. ഒരൊറ്റ പ്രാഥമിക ഉദ്ദേശമാണ്. അത് തന്നെയാണ് ഇന്നും ഈ കൂട്ടായ്മ നിലനിൽക്കുന്നത്. അനൗപചാരികത ഇല്ല. നമ്മൾ മറ്റുള്ളവർ പറഞ്ഞ പുസ്തകത്തിലെ പേജ് പറഞ്ഞ് തല്ലുകൂടുന്ന ആളുകളല്ല നമ്മുടെ കൂട്ടായ്മയിലുള്ളത്.
അതാണ് AI നെ നിലനിർത്തിയത്. ഓരോ നാട്ടിൽ അമേരിക്കക്കാർ പറയാണ് ഞങ്ങളുടെ നാട്ടിലെ AI ആണ് ശരി, ഇവിടെ നടക്കുന്ന AI ശരിയല്ല. ഒരിക്കലും പറയാറില്ല. ഓരോ നാട്ടിലും അതാത് രീതിയിൽ AI നടക്കാൻ ആ പാരമ്പര്യങ്ങളെ പാലിച്ചുകൊണ്ട്, അടികളെല്ലാം നിങ്ങളുടെ വ്യക്തിപരമായിട്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം. പക്ഷെ പാരമ്പര്യങ്ങളെ കൃത്യമായിട്ട് നമ്മുടെ ഫെല്ലോഷിപ്പ് നിലനിൽക്കാൻ ആ പാരമ്പര്യങ്ങൾ ഉണ്ടാവണം. അതാണ് അനൗപചാരികത ഉണ്ട്. ശരിയായ അർത്ഥത്തിലുള്ള ജനാധിപത്യ രീതി, നമ്മുടെ രണ്ടാം പാരമ്പര്യം, വളരെ കൃത്യമായിട്ട് ശരിയായ അർത്ഥത്തില് ന്യൂനപക്ഷത്തിന്റെ അഭിപ്രായത്തിന് വില കൊടുക്കുന്ന ജനാധിപത്യ രീതി, ഇതുകൊണ്ടും ആളുകൾക്കുണ്ടായിരുന്ന എന്തിനും സന്നദ്ധരായിക്കൊണ്ടുള്ള ധാരണ, മറ്റുള്ളവരെ സഹായിക്കാൻ. എങ്ങനെയായിരിക്കണം ആ സഹായം? അത് അടിച്ചേൽപ്പിക്കുന്നതല്ല, ആകർഷിക്കുന്ന തരത്തിലാണെന്നുള്ളതാണ്. എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന തോതിലാണ് നമ്മൾ ഓരോ ആഴ്ചയിലും അല്ലെങ്കിൽ മറ്റു രീതിയിലൊക്കെ ആൽക്കഹോളിക്സ് അനോണിമസ് വളർന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് കാണാൻ പറ്റും. 167-ാമത്തെ പേജില് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ജീവിതം ആൾക്കൂട്ടങ്ങളെ അഭിമുഖീകരിക്കുക, ആശുപത്രി സന്ദർശിക്കുക മാത്രമല്ല, പഴയ അഴുക്ക് നീക്കി ശുദ്ധീകരിക്കുക, കുടുംബാംഗങ്ങൾ തമ്മിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ പരിഹരിക്കുക, തുലഞ്ഞ മാതാപിതാക്കളിൽ നിന്ന് പിന്തുടർച്ചാവകാശം ലഭിക്കാതിരുന്ന മകന് അതിനെക്കുറിച്ച് വിശദീകരിച്ചു കൊടുക്കുക, ന്യായീകരണമുള്ള കാര്യങ്ങളിൽ മറ്റുള്ളവർക്ക് പണം കടം കൊടുക്കുക, ജോലി സമ്പാദിച്ചു കൊടുക്കുക. ഇതൊക്കെ AI-യിൽ നിത്യസംഭവമാണ്. അവിടെ നൂറുകണക്കിന് ആളുകൾ വളർന്നു എന്നതിന്റെ തൊട്ട താഴെ ഈ ഗണ്ടിയുണ്ട്. ഇന്ന് നമ്മുടെ ഏതെങ്കിലും ആളുകൾ ഇതുണ്ട് എന്ന് പറഞ്ഞിട്ട് വന്നാൽ എങ്ങനെ ഉണ്ടാവും? അവിടെയാണ് പറയുന്നത് നമ്മുടെ ഫെല്ലോഷിപ്പ് എവല്യൂട്ട് ചെയ്ത് പരിണാമിച്ചു വന്നതാണ്. അന്നത്തെ കാര്യങ്ങളിൽ അത് അന്നുണ്ടായിരുന്നതാണ്. നമ്മൾ ഇതെല്ലാം ചെയ്തിരുന്നു. വീടുകളിൽ ആളെ താമസിപ്പിച്ചിരുന്നുണ്ട്. ബില്ലിന്റെ ഒക്കെ വീട്ടിൽ ആൾക്കാർ ആത്മഹത്യ ചെയ്തു, ബോബിനും എല്ലാം പ്രശ്നമായത് നമുക്കറിയാം. അവിടങ്ങളിലാണ് ആൽക്കഹോളിക്സ് അനോണിമസ് എന്തൊക്കെ ചെയ്യുന്നില്ല എന്ന പാംപ്ലെറ്റ് നമ്മൾ ഇവിടെ ചർച്ച ചെയ്തിട്ടുള്ളത്. അന്ന് നമ്മൾ പല രീതികളും ചെയ്തിട്ടുണ്ട്. അന്നുണ്ടായിരുന്നതാണ് ഈ പുസ്തകത്തില്. നമ്മൾ ഈ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തന്നെ അച്ചട്ട് നടപ്പിലാക്കണം എന്ന് പറയുന്ന ആളുകളല്ല. അത് ഓരോ കാലഘട്ടത്തിനനുസരിച്ച് മാറ്റങ്ങൾ ഉണ്ടാക്കി എവല്യൂട്ട് എങ്ങനെയാണ് നമ്മുടെ ഈ ഒരു പ്രാഥമിക ഉദ്ദേശത്തിൽ നിന്ന് എങ്ങനെ പ്രവർത്തിക്കാം എന്ന് വന്ന ആളുകളാണ്. അത് വളരെ കൃത്യമായിട്ട് ഒരാൾ ആത്മാർത്ഥമായിട്ട് കുടി നിർത്താൻ ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ അയാൾ എത്ര തരം താണ ആളാണെങ്കിലും, അതാണ് പോയിന്റ്, എത്ര അപമാനകരമായ സാഹചര്യത്തിലുള്ളവരാണെങ്കിലും അയാളെ ഹാർദമായി സ്വാഗതം ചെയ്യുന്നതിന് നമ്മുടെ ഫെല്ലോഷിപ്പ് തടസ്സമല്ല എന്ന് പറയും. നമ്മുടെ മുഖഭാവങ്ങളിൽ നിന്ന് സാമൂഹ്യമായ തരംതിരിവുകളും നിസാരമായ വഴക്കുകളും അസൂയയുമൊക്കെ ഇതിലെ അംഗങ്ങൾ പുഞ്ചിരിയോടെ ഒഴിവാക്കുകയാണ്. അപ്പൊ നമ്മൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ വീക്ഷണം എന്തായിരിക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മുഖഭാവങ്ങളിൽ നിന്ന് ഒരു തരത്തിലുള്ള തരംതിരിവുകളും നിസാരമായ വഴക്കുകളും അസൂയയൊക്കെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട്. അതല്ലാണ്ട് പോരടിച്ചുകൊണ്ട് ഓരോ ഗ്രൂപ്പിനോടും മത്സരിച്ചുകൊണ്ട് പരിപാടി നടത്തുക. ആ മത്സരം നമുക്ക് മദ്യാസക്തരിലേക്ക് സന്ദേശം കൊടുക്കാനാ എത്തേണ്ടത്. അല്ലാണ്ട് ഒരാൾ അവിടെ പരിപാടി നടത്തിയതുകൊണ്ട് ഇപ്പുറത്ത് പരിപാടി നടത്തി ആൾബലം കാണിച്ച് ജയത്തിനല്ലാന്ന് വളരെ കൃത്യമായി ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അസൂയ, തരംതിരിവുകൾ, ഇതൊക്കെ എങ്ങനെ മാറ്റാം? പ്രോഗ്രാമിൽ പുഞ്ചിരിയോടുകൂടി ഒഴിവാക്കണം. കാരണം എന്താ? ഒരേ അപകടത്തിൽപ്പെട്ട് കുടുങ്ങിപ്പോയവരാണ് നമ്മൾ. വീണ്ടെടുക്കുകയും വീണ്ടും ദൈവത്തിന്റെ അടുത്ത് ഒരുമിക്കുകയും ചെയ്തിട്ടുള്ളവരാണ്. ഹൃദയം കൊണ്ടും മനസ്സുകൊണ്ടും മറ്റുള്ളവരുടെ ക്ഷേമത്തിന് ഒഴിഞ്ഞു വെച്ചവരാണ്. അവിടെ എവിടെയാണ് നമ്മുടെ ഈഗോ വരിക? മറ്റുള്ളവരുടെ ക്ഷേമം ധാരാളം ആളുകൾക്ക് വലിയ കാര്യങ്ങളായി തോന്നുകയെന്നും AI അംഗങ്ങൾക്ക് പ്രധാനപ്പെട്ട കാര്യങ്ങളല്ല. അതും പറഞ്ഞു വെച്ചിട്ടുണ്ട്. നമുക്ക് എടുക്കാം, അത് ഇന്നും എടുക്കാൻ പറ്റും നമുക്ക്. അവർക്ക് അങ്ങനെ ആകാൻ കഴിയും. അങ്ങനെ എടുത്തിട്ടുണ്ടെങ്കിൽ ഇന്ന് ഈ ഫെല്ലോഷിപ്പ് ഇത്രയും അധികം ആളുകളുടെ ഇടയിലേക്ക്, വിവിധ രാജ്യങ്ങളിൽ, വിവിധ സംസ്കാരങ്ങളിലേക്ക് മാറാറില്ല എന്നാണ്. അപ്പൊ അങ്ങനെ നമ്മുടെ കൂട്ടായ്മയുടെ വളർച്ച കഴിഞ്ഞ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ അവസാന ഭാഗം ഞാൻ പറയില്ലേ, നിങ്ങൾക്ക് ഉള്ള വീക്ഷണം എന്ന് പറയുന്ന 161 വാക്കുകളിൽ പറയുന്ന ഭാഗമാണ്. അതിൽ ഇങ്ങനെയാണ് ഉപസംഹാരം. ഈ പുസ്തകം ചില നല്ല നിർദ്ദേശങ്ങൾ നൽകുന്ന തരത്തിലുള്ളതായിരിക്കണം എന്ന് ആഗ്രഹം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ ഇത്രയൊക്കെ പറഞ്ഞിട്ട് നമ്മുടെ പ്രോഗ്രാമും എല്ലാം പറഞ്ഞു വെക്കുകയാണ്. ഇത് ഞങ്ങൾ ചില നിർദ്ദേശങ്ങളാണ് ഇവിടെ മുന്നോട്ട് വെക്കുന്നത് നിങ്ങളുടെ മുന്നിൽ. ഞങ്ങൾ ഇത്ര ഉദ്ദേശിക്കുന്നുള്ളൂ. ചില നിർദ്ദേശങ്ങൾ നിങ്ങളോട് പറയണമെന്നാണ്. അവിടെ എളിമ വളരെ കൃത്യമായിട്ട് ബില്ല് വളരെ കുറച്ച് മാത്രമേ ഞങ്ങൾക്ക് അറിയാവൂ. നമ്മുടെ മുഖമുദ്ര അതാണ്. നമ്മൾ ഇങ്ങനെ എല്ലാം അറിയാമെന്നും AI മാത്ര സൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ അമേരിക്കയിൽ എത്രയോ മദ്യാസക്തി നിർത്താനായിട്ട് നിരവധി മാർഗങ്ങളിൽ വളരെ ചെറിയൊരു സ്ഥാനം നമുക്കുണ്ട്. നമ്മളിപ്പോഴും അങ്ങനെ കരുതുന്നുള്ളൂ. നമുക്ക് അതിന്റെ എല്ലാത്തിന്റെ അപ്പോസ്തലവനാവണം എന്നുള്ള ആഗ്രഹമൊന്നുമില്ല. വളരെ കുറച്ച് കാര്യങ്ങളെ നമുക്ക് അറിയാവൂ. അത് തന്നെയാണ് നമ്മുടെ കൂടുതൽ പഠിക്കാനുള്ള ബോധ്യവും ഏതെടുത്ത്. വളരെ കുറച്ച് മാത്രമേ എനിക്ക് അറിയൂ എന്നുള്ള നമ്മുടെ ഓരോ മനുഷ്യർക്കും. ഏയ്ക്കും അത് തന്നെയാണ് പറയുന്നത്. ദൈവം കൂടുതലായിട്ട് നമുക്കും നിങ്ങൾക്കും വെളിവാക്കി തരും. അടുത്ത പേജ് കണ്ടില്ലേ? ദൈവം കൂടുതലായിട്ട് ഓരോ ദിവസവും നമുക്ക് വെളിപ്പെടുത്തിക്കൊണ്ടേയിരിക്കും. ഇപ്പോഴും രോഗിയായി കഴിയുന്ന ഒരാൾക്ക് വേണ്ടി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ കഴിയുമെന്ന് പ്രഭാതത്തിലുള്ള ഓരോ പ്രാർത്ഥനാ വേളയിലും
നിങ്ങൾ ദൈവത്തോട് ചോദിക്കുക. നമ്മുടെ രാവിലെ ഉണ്ടാകുന്ന ഓരോ പ്രാർത്ഥനാ വേളയിലും നമ്മുടെ ദൈവം എന്ന സങ്കല്പം തന്നെ എന്തിനാണ്? എനിക്കെന്ത് ചെയ്യാൻ പറ്റും? ആർക്കാണ്? രോഗിയായി കഴിയുന്ന ഒരാൾക്ക് വേണ്ടി. അതിനാണ് നമ്മുടെ കൂട്ടായ്മയുടെ നിലനിൽപ്പ്. മറ്റു മനുഷ്യരെ പരിഗണിക്കാൻ ഇത് കൂട്ടായ്മയിൽ നിന്ന് നമ്മൾ തുടങ്ങണമെന്ന് ഓർമ്മപ്പെടുത്തല്. നിങ്ങളുടെ തന്നെ സ്വന്തം വീട് നല്ല നിലയ്ക്കാണെങ്കിൽ ഉത്തരങ്ങൾ വരിക ചെയ്യും. അവിടെ നമുക്ക് പടികൾ എന്തായാലും വേണ്ടിവരും. വ്യക്തിപരമാണ്. എന്താണ്? നമ്മുടെ വീട് വൃത്തിയായിരിക്കണം. നമ്മുടെ കുഴപ്പങ്ങൾ ഈ മീറ്റിംഗിൽ ആളുകളുടെ ഇടയിലല്ലാതെ ഞാൻ എന്നെ പരിശോധിക്കുമ്പോൾ അവിടെ എനിക്ക് കാണാനായി പറ്റണം. എന്റെ കുഴപ്പങ്ങളെ മാറ്റാൻ പറ്റിയിട്ടുണ്ട്. എന്റെ വീട് വൃത്തിയായിരിക്കണം. എന്റെ ഉള്ളു ക്ലീൻ ആയിരിക്കണം. അപ്പൊ എനിക്ക് ഉത്തരം കിട്ടും. കാരണം എന്താ? നിങ്ങളിൽ ഇല്ലാത്ത ഒന്ന് മറ്റൊരാളിലേക്ക് സന്നിവേശിപ്പിക്കാൻ നിങ്ങൾക്ക് സാധിക്കില്ല. നമ്മുടെ കൂട്ടായ്മ വളർന്നതിന്റെ പ്രധാന ആശയമാണ് നമ്മൾ ആദ്യം നമ്മുടെ കാര്യങ്ങളിലേക്ക് വരണം. അപ്പോഴാണ് കൂടുതൽ നന്നായിട്ട് നമുക്ക് ഒരാൾക്ക് പറഞ്ഞു കൊടുക്കാൻ പറ്റും. ഞാനത് ചെയ്തിട്ടുണ്ട്. കാരണം ഉപദേശങ്ങളൊന്നും മറ്റു മധ്യാസക്തൻ എടുക്കില്ല, ക്ലാസ്സുകളും എടുക്കില്ല, മോട്ടിവേഷൻ ഒക്കെ കുറച്ചു നേരം നിൽക്കുള്ളൂ. അപ്പൊ അതാണ് നമ്മൾക്ക് ആദ്യം പകർത്തുക എന്നതാണ് പ്രധാന ലക്ഷ്യം. അതാണ് ഇതിന്റെ വിഷൻ. ഈശ്വരനുമായിട്ടുള്ള ബന്ധം ശരിയായ തരത്തിലുള്ളതാണ്, അത് കൃത്യമാണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. അപ്പോൾ നിങ്ങളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തിൽ എണ്ണിയാൽ ഒടുങ്ങാത്ത കാര്യങ്ങൾ സംഭവിക്കും. ഇതാണ് നമ്മളെ സംബന്ധിച്ചുള്ള മഹത്തായ വസ്തുത. നമ്മൾ ആ ദൈവം എന്ന ആശയത്തെ പ്രവൃത്തിയിലേക്ക് കൊണ്ടുവരിക. അപ്പൊ എന്താണ്? നമ്മളുടെയും മറ്റുള്ളവരുടെയും ജീവിതത്തില് അവിടെ നമ്മളല്ല ഡയറക്ടർ എന്ന ബോധ്യം കൃത്യമായി കടന്നു വരും. ഓരോ ദിവസവും സംഭവിക്കുന്ന രീതിയിലേക്ക് ഏറ്റെടുക്കാൻ നമ്മൾ ആളുകളി, നമ്മുടെ ദൈവം കളി നമ്മൾ മാറ്റേണ്ടതുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുന്ന തരത്തിലുള്ള ദൈവത്തിനായിട്ട് നിങ്ങളെ തന്നെ ഉപേക്ഷിക്കുക എന്നവർ. ഞാൻ അവിടെ എന്നെ ഉപേക്ഷിക്കണം. അപ്പൊ എങ്ങനെ എനിക്ക് ഈഗോ വരും? ഒരാൾ പറഞ്ഞു എന്ന് ഈഗോ എനിക്ക് മാറ്റാൻ പറ്റില്ലേ? അത് പറഞ്ഞോട്ടെ, അത് അയാൾ അപ്പൊ പറഞ്ഞതാ. അല്ലെങ്കിൽ അയാളുടെ സർവീസ് സംബന്ധമായ കാര്യങ്ങളാണെങ്കിൽ അവിടെ പറഞ്ഞത് അവിടെ തീരും. അല്ലെങ്കിൽ അതിന്റെ ഭാഗത്ത് മാത്രമായിരിക്കും. ഒരു മീറ്റിംഗിൽ ഇരിക്കാൻ എനിക്ക് വിരോധം ഉണ്ടാവില്ല. എന്നെ ഉപേക്ഷിക്കാൻ പറ്റും. എനിക്കവിടെ എന്റെ ആശയങ്ങളോട് മാത്രമായിരിക്കും എതിർപ്പ്. ആ വ്യക്തിയെ ഞാൻ ടാർഗറ്റ് ചെയ്തുകൊണ്ടുള്ള നിരന്തരമായ ആ വിരോധം, ഏടെ ഉള്ളിൽ എനിക്ക് വിരോധം മാറ്റാൻ പറ്റില്ലെങ്കിൽ ഞാൻ പിന്നെ നാലാം പടിയെ കുറിച്ച് സംസാരിച്ചിട്ട് എന്താ കാര്യം? എനിക്ക് എവിടെ ഉപേക്ഷിക്കാൻ പറ്റുന്നത്? എന്റെ ഈഗോ മാറ്റാൻ പറ്റുന്നുണ്ടോ? അപ്പുറത്തുള്ളവൻ, അവനോടുള്ള കാര്യങ്ങൾ ഇത് മാറ്റാനായിട്ട് എനിക്ക് സാധിക്കുന്നുണ്ടോ? ഏടെ കൂട്ടായ്മയിലാ ചെയ്യേണ്ടത്? ദൈവത്തോടും നിങ്ങളുടെ ആളുകളോടും നിങ്ങളുടെ തെറ്റുകൾ സമ്മതിക്കുക. ദൈവത്തോട് സമ്മതിക്കുന്ന വളരെ കൃത്യമായിട്ട് തന്നെ മറ്റുള്ളവരോട് നിങ്ങൾ പറയാൻ തയ്യാറാണോ? പലപ്പോഴും അവനവന്റെ തെറ്റുകൾ സമ്മതിക്കാൻ തയ്യാറാവാത്തവൻ മറ്റുള്ളവരോടും അവനവന്റെ തെറ്റുകളെ കുറിച്ച് പറയാൻ തയ്യാറായോ? നിങ്ങളുടെ ഭൂതകാലത്തിന്റെ നാശനഷ്ടങ്ങൾ അപ്പോൾ നിങ്ങൾക്ക് മറന്നു കളയുക. ഭൂതകാലത്തിൽ എന്തുണ്ടായി എന്നുള്ളതല്ല, കാരണം നിങ്ങൾ ഇന്ന് എങ്ങനെയാണ്, നിങ്ങൾ എങ്ങനെ പ്രവർത്തിക്കുന്നു, ഈ പണ്ട് ഇങ്ങനെ ആയിരുന്നു എന്നത് നിങ്ങളുടെ കുഴപ്പമല്ല. പക്ഷെ എന്താണ്? രോഗശമനം അത് നിങ്ങളുടെ ഉത്തരവാദിത്തമാണ് എന്ന് പറയാണ്. നിങ്ങൾ കണ്ടെത്തുന്നത് മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുക. അവിടെയാണ് കുടിക്കാതിരിക്കാനുള്ള എളുപ്പ വഴി. എന്താണ് ഈ പ്രോഗ്രാമിൽ? ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ തലമുണ്ടാക്കണ്ട. ഈ വീക്ഷണം, ഈ അധ്യായം വായിച്ചിട്ട് മറ്റുള്ള മധ്യാസക്തരെ വിളിക്കുക, അവരെ കേൾക്കുക, പറയുന്ന കാര്യങ്ങൾ അനുസരിക്കുക, അയാളുടെ ഫെലോഷിപ്പിന്റെ മീറ്റിംഗ് പങ്കെടുക്കുക. എത്രയോ പേര് കുടിക്കാതിരിക്കുന്നുണ്ട്. അതിന് കാരണം എന്താണ്? പലരും പറയാമല്ലോ, പ്രോഗ്രാം ചെയ്യില്ല, ഞങ്ങൾ ഇത്ര വർഷമായി എന്ന് പറയുന്നതിന്റെ കാരണം എന്താണ്? പക്ഷെ സന്തോഷവും സമാധാനവും ഒക്കെ സ്വയം വേണം എന്ന ഭാഗത്താണ് നമ്മൾ പ്രോഗ്രാം ചെയ്യുന്നത് എന്നുള്ളതാണ്. നമ്മൾ ഇത് ചെയ്താൽ മതി. ഏറ്റവും നിസ്സാരമായിട്ട് ഒരാളെ വിളിച്ചുകൊണ്ടിരിക്കുക, പല ആളുകളെയും വിളിക്കുക, അവരെ സഹായിക്കുക എന്ന ഉദ്ദേശത്തിലാണ്, നമുക്ക് സഹായം കിട്ടാനായിട്ട്. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ വിളിക്കുന്നത്. അപ്പൊ അവിടെയാണ് നമ്മൾ കണ്ടെത്തുന്ന മറ്റുള്ളവർക്ക് സൗജന്യമായി നൽകുകയും ഞങ്ങളോടുകൂടെ ഒത്തുചേരുകയും ഈ കൂട്ടായ്മയുടെ ഭാഗമായി നിൽക്കുക. വ്യത്യസ്തമായി സഞ്ചരിച്ചിട്ടല്ല, ഇതിന്റെ ഭാഗമായിട്ട് നിൽക്കുക. അപ്പോൾ നമുക്ക് കുറെ വേർതിരിവുകളും നമ്മൾ വ്യത്യസ്തരാണെന്നുള്ള ചിന്തകളെ മാറ്റാനായി പറ്റും. അപ്പൊ എന്താണ്? ആത്മീയമായ കൂട്ടായ്മയുടെ കാര്യത്തിൽ തീർച്ചയായിട്ടും ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ടാവും. നമ്മൾ ഒരു കൂട്ടം ആളുകളെല്ലാം ഒരുമിച്ചുണ്ടാകും. സന്തുഷ്ടിയുടെ ഭാഗധേയത്തിലേക്കുള്ള നിങ്ങളുടെ പ്രയാണപഥത്തിലേക്ക് വെച്ച് അവിടെ നിങ്ങൾക്ക് സന്തോഷം എന്ന് പറയുന്ന അവസ്ഥയെ നിങ്ങൾ തിരിച്ചറിയും. അവിടെ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നടക്കുമ്പോൾ ഉണ്ടാവുന്ന സന്തോഷമല്ല, നഷ്ടപ്പെട്ടു പോകുന്ന സന്തോഷമല്ല. നമ്മൾ പറയുന്ന പോലെ തുളുമ്പാത്ത ഒരു കുടത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ജലത്തിലെ പോലെ ആ ജലം ഇങ്ങനെ ഓളമില്ലാതിരിക്കുന്ന അവസ്ഥയിലേക്ക് അവിടെ വെച്ച് നിങ്ങൾ കണ്ടുമുട്ടും. ആൽക്കഹോളിക്സ് അനോണിമസിലെ അംഗങ്ങളെ കണ്ടുമുട്ടും. അതുവരെ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കുകയും നിങ്ങളെ സംരക്ഷിക്കുകയും ചെയ്യട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആൽക്കഹോളിക്സ് അനോണിമസിന്റെ ആ ഒരു വീക്ഷണം. എന്താണ് എയുടെ കാഴ്ചപ്പാട്? എങ്ങനെയാണ് മറ്റു മനുഷ്യർ മറ്റുള്ളവരിലേക്ക് എങ്ങനെ പകർന്നു കൊടുക്കണം നമ്മുടെ ചരിത്രത്തിലൂടെ? അതേപോലെ എന്താണ് നമ്മുടെ കൂട്ടായ്മ? ഏറ്റവും എളുപ്പം ഈ കൂട്ടായ്മയുടെ ഭാഗധേയമാകുക, അതിന്റെ ഭാഗമായ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുക. കുടിക്കാതിരിക്കാനായിട്ട് ഏറ്റവും നല്ല വഴി ഇതിന്റെ ഒരു ഭാഗമാണ് എന്ന തോന്നൽ നമ്മൾ വളർത്തിയെടുത്താൽ തീർച്ചയായിട്ടും നമുക്കൊരു വഴിയുണ്ട്. നമ്മളും
ഒപ്പം തന്നെ നമ്മളിലൂടെ കൂട്ടായ്മയും വളർന്നു വരുന്നത് കാണാൻ പറ്റുമെന്ന വളരെ കൃത്യമായ രീതിയിലുള്ള സന്ദേശമാണ് ഈ ഒരു നിങ്ങൾക്ക് വേണ്ടി വീക്ഷണം എന്ന അധ്യായം എനിക്ക് ഉണ്ടാക്കിയത്. എന്തായാലും നിങ്ങളോട് ഈ വിഷയത്തിൽ സംസാരിക്കാൻ സാധിച്ചത് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് എന്നെ കേട്ടിരുന്നതിന് നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. ഒരിക്കൽ കൂടി നമ്മുടെ ബർത്ത്ഡേ ബോയ്സിന് എല്ലാവിധ ആശംസകളും. താങ്ക് യു രാജേട്ടാ ഫോർ